ഹരി ഓം. നമസ്തേ. അപ്പോൾ നമ്മളിന്ന് വിചാരം ചെയ്യാൻ പോകുന്നത് കൗളമാർഗത്തിൻ്റെ ചില കാര്യങ്ങളാണ്. ഇതിനായി ഉദ്ധരിക്കുന്നത് യോഗഭോഗാത്മകം കൗളം എന്നൊരു വാചകമാണ്. കൗളമാർഗം യോഗഭോഗാത്മകമാണെന്ന് നമ്മളീ പലരും കേട്ടിട്ടുണ്ടാവും. എന്നാൽ പലപ്പോഴും ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത് വെറും ഒരു ഭോഗമാർഗമാണ് എന്ന രീതിയിലാണ്. നമ്മൾ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ പരിശോധിക്കുന്ന നേരത്ത് അല്ലെങ്കിൽ തിരയുന്ന നേരത്ത് ഈ കൗളത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്നത്, 99% ആളുകളും പറയുന്നത് ഈ കള്ളും കോഴിയും ഒക്കെ ഉള്ളൊരു പൂജാവിധാനമാണ്. അറിവുള്ളവർ മോശമായിട്ട് പറയുന്നില്ല, എന്നിരുന്നാലും ഇങ്ങനെയാണ് പറയുന്നത്. ഒട്ടും അറിയാത്തവരാണെങ്കിലോ ഇതെന്തോ ഒരു മോശപ്പെട്ട പദ്ധതിയാണ് എന്ന രീതിയിലാണ് പറയുന്നത്. ഇവിടെയാണ് യോഗഭോഗാത്മകമാണ് കൗളം എന്ന ആ ഒരു വാചകത്തിൻ്റെ അർത്ഥതലത്തിലേക്ക് നമ്മൾ ഓരോ സാധകരും സഞ്ചരിക്കണം. ഈ ഒരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ കേവലം ഒരു സാധകനെ മാത്രമല്ല ലക്ഷ്യമാക്കുന്നത്, ആ സാധകൻ്റെ കുടുംബജീവിതവും ഇതിൻ്റെ ഒരു ഭാഗമാക്കി കൊണ്ടുപോകണം, സംസാരിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടു പോകുന്ന സാധകരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് വിവാഹിതരായ സാധകരെ സംബന്ധിച്ച്, അവർക്ക് പുരുഷന്മാരാണെങ്കിൽ അവർക്ക് അവരുടെ ഭാര്യമാരിൽ നിന്ന് പൂർണ്ണമായി അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള ഒരു സഹകരണം ഉണ്ടാകാറില്ല എന്നുള്ളത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരറിവാണ്. അങ്ങനെ വരുമ്പോൾ ആ സാധകൻ്റെ ഈ ഒരു കൗളമാർഗ സഞ്ചാരം പൂർണ്ണമാവില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും ചില അബദ്ധസഞ്ചാരങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. നല്ല ഉദ്ദേശത്തിൽ പോയാലും ചിലപ്പോൾ നല്ല ഉദ്ദേശമല്ല സംഭവിക്കുക. അതിൻ്റെയൊക്കെ പരിണതഫലം വളരെ വിഷമായിട്ടാണ് കാണാറ്. അപ്പം ഇവിടെ ഈ യോഗഭോഗാത്മകമായിരിക്കുന്ന കൗളമാർഗത്തിൽ ഈ ഭോഗം എന്ന് പറയുന്ന ഭാഗം അത് ഭൗതികതയെ കാണിക്കുന്നതാണല്ലോ. ഭോഗം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഭൗതിക സുഖങ്ങളെ കുറിക്കുന്നതാണ്. ഈ യോഗമാണെങ്കിലോ, അപ്പോൾ ഈ യോഗവും ഭോഗവും ആർക്ക് വേണ്ടിയുള്ളതാണ്? നമ്മുടെ ആത്മാവിന് വേണ്ടിയുള്ളതാണോ ശരീരത്തിന് വേണ്ടിയുള്ളതാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ശരീരത്തിന് വേണ്ടിയാണ് ഭോഗവും യോഗവും എങ്കിൽ പിന്നെ നമുക്കതിങ്ങനെ ഒരു സമ്പ്രദായത്തിൻ്റെ ആവശ്യമില്ല. ശരീരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ സമ്പ്രദായത്തിൻ്റെ ആവശ്യമില്ല. സാധാരണ എല്ലാവരും കൗളന്മാരാകും. കാരണം എല്ലാവരും ഭൗതിക സുഖങ്ങളിലൂടെയാണ്, സുഖത്തിൻ്റെ ഒരു സൈഡാണ് ദുഃഖം. അപ്പോൾ അതുകൊണ്ട് അതിന് ഫ്രീ ആയിട്ട് കിട്ടുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഭൗതിക സുഖങ്ങളോടുകൂടി ജീവിക്കുന്ന എല്ലാവരും കൗളന്മാരാകണം. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇനി ആത്മാവിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിനെന്തിനാണ് ഈ ഭോഗം, എന്തിനാണ് ഈ ഭൗതിക സുഖങ്ങൾ ആത്മാവിന്? ഇനി ആത്മാവിന് ഭൗതിക സുഖം ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയാ അത് ശരീരമില്ലാതെ എങ്ങനെ ആത്മാവ് ഒറ്റയ്ക്ക് ഭൗതികമായിട്ടുള്ള സുഖങ്ങളെ അനുഭവിക്കും? ഇനി അനുഭവിക്കണമെങ്കിൽ എന്തിനാണ് പിന്നെ ഈ ശരീരം? ആത്മാവിന് ആത്മാവായിക്കൊണ്ടാണ് അനുഭവിച്ചാൽ പോലെ, ഈ ശരീരം എന്തിനാ? അപ്പോൾ ഈ യോഗഭോഗാത്മകമായിരിക്കുന്ന ഈ ശാസ്ത്രത്തെ ശരീരത്തിനും ആത്മാവിനും ഉതകുന്ന രീതിയിലാണ് പരമേശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരേ സമയം ശരീരത്തിനും ആത്മാവിനും വേണം. ആത്മാവിന് എന്തായാലും തിന്നാനും കുടിക്കാനും കൊടുക്കേണ്ട ആവശ്യമില്ല. ശരീരം കഴിക്കുന്നതൊന്നും തന്നെ ആത്മാവ് എടുക്കുന്നില്ല. ഭൗതികമായി നമ്മളിപ്പോൾ എന്തെങ്കിലും കാണുന്നത് ആത്മാവ് എടുക്കുന്നുണ്ടോ വെച്ചില്ല. നമ്മൾ തന്നെ മറന്നു പോകുന്നു. പിന്നെ ഇപ്പോൾ ആത്മാവ്
അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഈ ആത്മാവിനും ജീവാത്മാവിനും മോക്ഷത്തെ കൊടുക്കാൻ കഴിയണം ഈ സമ്പ്രദായം കൊണ്ടേ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ശരീരത്തിന് എങ്ങനെ നമുക്ക് മോക്ഷം കൊടുക്കാൻ പറ്റും? ശരീരം കേവലം ഇപ്പം നമ്മളിങ്ങനെ കാണും, നമ്മളെ കയ്യും കാലും മൂക്കും മാത്രമാണോ ശരീരം? അല്ല. 10 ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും കൂടാതെ നമുക്ക് ബോധം, മനസ്സ് ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ പഞ്ചഭൂതാത്മകമായ ശരീരം, ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം, മനസ്സ്, ഇത്രയാണ് നമ്മൾ 16 എടുക്കാറ്. അപ്പം ഇത്തരത്തിലുള്ള ഈ ശരീരത്തിന് ഒരു മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങൾക്കുള്ള മോക്ഷം തന്നെയാണ് ശരീരത്തിൻ്റെ മോക്ഷം. ഈ പറയപ്പെടുന്ന ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും മോക്ഷം തന്നെയാണ് ശരീരത്തിൻ്റെ മോക്ഷം, അല്ലാണ്ട് ഏതെങ്കിലും ഒന്നിനല്ല. അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ, ഇനി വൈദികന്മാർ ഈ ദക്ഷിണമാർഗ അല്ലെങ്കിൽ ഈ ബ്രഹ്മവാദികൾ, വേദാന്തികൾ ദമം എന്നൊക്കെ പറയും, ഇന്ദ്രിയ നിഗ്രഹം. അങ്ങനെ ഒരു പാമ്പിനെ തല്ലി കൊല്ലുന്ന പോലെ രീതി കൗളമാർഗത്തിലില്ല. ഇന്ദ്രിയങ്ങൾ അടങ്ങുക എന്നുള്ളതാണ് കൗളത്തിൻ്റെ ലക്ഷ്യം. ഇന്ദ്രിയങ്ങൾ അടങ്ങണം. എങ്ങനെ അടങ്ങുക? പായസം കുടിക്കാൻ തോന്നുകയാണെങ്കിൽ പായസം കുടിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം നമ്മുടെ നാവിൻ്റെ രുചി അടക്കാൻ പറ്റും, അല്ലേ? പായസം കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ എത്രത്തോളം ഒരാൾ കുടിക്കാൻ പറ്റും? വിശപ്പ് മാറുന്നവരെ, അല്ലെങ്കിൽ ആ ടേസ്റ്റ് പിന്നെ കുടിക്കാൻ പറ്റില്ല. അതോടെ അടങ്ങി. ഈ അടക്കമാണ് അവിടെ ഇന്ദ്രിയത്തിൻ്റെ പിൻവാങ്ങൽ. കൗളത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്, വേദാന്തത്തെ സംബന്ധിച്ചിട്ടല്ല. രണ്ടും കൂടി കൂട്ടി കുഴയ്ക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മുടെ കണ്ണിൻ്റെ ധർമ്മം എന്താണ്? കാണുകയാണ്. അപ്പോൾ കാണുക എന്ന് പറയുമ്പോൾ ആ കാഴ്ചയാണ് അതിൻ്റെ ഡ്യൂട്ടി, ഇല്ലേ? ആ കാഴ്ച, അതിനെന്തെല്ലാം കാണണം എന്നുള്ളത് നമുക്ക് പറയാം. അത് ബുദ്ധിയാണ് ചെയ്യുന്നതൊക്കെ പറയാം. എന്നാലും സാമാന്യൻ്റെ കണ്ണിൻ്റെ കർമ്മമാണ്. അപ്പോൾ കണ്ണിന് കാണാൻ ആഗ്രഹിക്കുന്നത് കണ്ടുകൊണ്ട് കണ്ണ് പിൻവാങ്ങുന്നതോടുകൂടി കണ്ണിന് മോക്ഷമായി എന്നാണ് പറയുക. അങ്ങനെ കേൾക്കാനായാലും ശരി, രുചിയാണെങ്കിലും ശരി, അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾ, സ്പർശിക്കുക, നടക്കുക, വിസർജിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു മോക്ഷം തന്നെ, ഇന്ദ്രിയങ്ങളുടെ മോക്ഷത്തിലേക്കുള്ള കാര്യമാണ്. അപ്പോൾ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളെ ഈ ശരീരത്തിന് ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളെയും അനുഭവിക്കുക എന്നു തന്നെയാണ് ഈ ഭോഗം എന്നതുകൊണ്ട് ഒരു കൗളശാസ്ത്രം അർത്ഥാക്കിയിരിക്കുന്നത്. വേദാന്തം അങ്ങനെയല്ല. അതതിനേക്ക് നിഷേധിക്കുകയാണ്. അത് വേണ്ട എന്ന് പറയുമ്പോൾ, വെറും ആത്മീയ ഉന്നതി മാത്രം പറയുമ്പോൾ, ഇവിടെ ആത്മീയ ഉന്നതി മാത്രമല്ല ഭൗതികമായ ലക്ഷ്യം കൂടിയുണ്ട്. കാരണം അതിനാ ശരീരം. ഇതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അതിനാണ് ശരീരം. അല്ലെങ്കിൽ എന്തിനാണ് ശരീരം? ഈ ഒരു ശരീരം എടുത്തിരിക്കുന്ന മോക്ഷത്തിനാണേ നമുക്ക് എല്ലാവർക്കും അറിയാം. പുരുഷാർത്ഥങ്ങളെ സാധിക്കാനാണെന്ന് എല്ലാവർക്കും അറിയാം, അല്ലേ? പുരുഷാർത്ഥം സാധിക്കാൻ തന്നെ കണ്ണടച്ചിട്ടാണ് സാധിക്കുകയാണോ? അല്ല. നമുക്ക് ഈ ശരീരം കൊണ്ട് പലതും അനുഭവിക്കാനുണ്ട്. സ്വയമേവ പരമേശ്വരൻ തന്നെ അറിയാൻ വേണ്ടി പലതായതാണ്. പട്ടിയും പൂച്ചയും നായും ഞാനും നിങ്ങളും ഒക്കെ ആയിരിക്കുന്നത് സ്വയമേവ പരമേശ്വരൻ പലതും അറിയാനാണ്. എങ്ങനെ? തൻ്റെ വിമർശത്തിലൂടെയാണ് അറിയുന്നത്. പ്രകാശം വിമർശം എന്ന് പറയും. നമ്മൾ നിഴലിൽ നിന്നൊക്കെ പറഞ്ഞ പോലെ പ്രതിബിംബം, അതാണ് പരാശക്തി. അപ്പോൾ പരാശക്തിയാണ് ശരീരമായി വർത്തിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനുള്ള പരമേശ്വരൻ തന്നെ അറിയുക എന്ന ലക്ഷ്യമാണ് കൗളത്തെ സംബന്ധിച്ച ശരീരം. അത് അറിയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് അനുഭവിക്കണം. നാവ് തന്നിരിക്കുന്നത് രുചിക്കാനാണെങ്കിൽ, സംസാരിക്കാനാണെങ്കിൽ, ആ പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ അതിന് അനുഭവം ലഭിക്കുന്നത്. ആ അനുഭവം, അതിനെ മാർക്കിടുന്ന ഇവിടെയായിരിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് സാമാന്യേന അത് നാവിൻ്റെ ഡ്യൂട്ടി. നാവ് അറിയുന്നു എന്നാ പറയാം. മണ്ട അറിയുന്നു എന്നാരും പറയാം. നാവ് അറിയുന്നു. നാവിൻ്റെ രുചി എന്നാ പറയാം. തലയുടെ രുചിന്നോ ബുദ്ധിയുടെ രുചി എന്നൊന്നും ആരും പറയല്ല. നാവിൻ്റെ രുചി, മൂക്കിൻ്റെ മണം, കണ്ണിൻ്റെ കാഴ്ച. കണ്ണിൻ്റെ കാഴ്ച പോയി എന്നല്ലാണ്ട് ആരും ബ്രെയിനിൻ്റെ കാഴ്ച പോയി എന്ന് പറയാറില്ല. അപ്പോൾ ആ ഇന്ദ്രിയത്തെ ഉപയോഗപ്പെടുത്തി അതിനെ അനുഭവിക്കുക എന്നുള്ളത് കൗളത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. അതില്ലാതെ കൗളമില്ല. അങ്ങനെ അപ്പോൾ ഒരേ സമയം ശരീരത്തെ നിഷേധിക്കാൻ പാടില്ല, ഇന്ദ്രിയങ്ങളെ നിഷേധിക്കാൻ പാടില്ല. ഇന്ദ്രിയങ്ങളുടെ എല്ലാത്തിനെയും ധാർമ്മികമായി ഉപയോഗിക്കണം. ധർമ്മം ഇവിടെ താന്ത്രിക ധർമ്മമാണ് പറയുന്നത്, വൈദിക ധർമ്മം അല്ല പറയുന്നത്, താന്ത്രിക ധർമ്മമാണ്. താന്ത്രികൻ്റെ ധർമ്മം തന്ത്രശാസ്ത്ര സംബന്ധിയാണ്.
അത് താന്ത്രിക ഗുരുക്കന്മാരും അതിൻ്റെ ഗുരു പരമ്പരയും പറഞ്ഞു വെച്ചിട്ടുള്ള ധർമ്മമാണ് താന്ത്രികന്റെ ധർമ്മം. അത് തന്ത്രത്തിൽ തന്നെ വിവിധ സമ്പ്രദായങ്ങൾ. അപ്പോൾ ഓരോ സമ്പ്രദായത്തിനും അതിൻ്റെ ഗുരു ഉപദേശിക്കുന്നതാണ് അതിൻ്റെ മാർഗങ്ങൾ. അപ്പോൾ ഗുരു ഇല്ലാത്തവർക്ക് ഈ ധർമ്മം അറിയാൻ കഴിയില്ല. അവർക്ക് കോമൺ ധർമ്മം ഉണ്ടാവില്ല. കോമൺ ആയിരിക്കുന്ന ധർമ്മം കൊണ്ട് തന്ത്രത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ പറ്റില്ല. തന്ത്രത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കണമെങ്കിൽ പരമ്പരാഗതമായി താന്ത്രിക സാമ്പ്രദായിക ഗുരുപരമ്പരയുടെ ഭാഗമായാൽ മാത്രമേ ഉള്ളൂ തന്ത്രത്തിൻ്റെ ധർമ്മ വ്യവസ്ഥ അറിയാൻ പറ്റുള്ളൂ. ധാർമ്മിക ജീവിതം എന്നുള്ളവിടെ താന്ത്രിക ധർമ്മ വ്യവസ്ഥയാണ്, അല്ലാണ്ട് വൈദികമല്ല. അതിൻ്റെ വൈഷ്ണവോ ശൈവോ ഒക്കെ ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിരിക്കുന്ന ധാർമ്മിക വ്യവസ്ഥയുണ്ട്. മനുസ്മൃതി വെച്ചുകൊണ്ടൊന്നും ഇവിടെ താന്ത്രികന് ധർമ്മവ്യവസ്ഥ നിശ്ചയിക്കാൻ പറ്റില്ല. യാജ്ഞവൽക്യ സ്മൃതിയോ നാരദ സ്മൃതിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ വൈദിക ധർമ്മത്തിൻ്റെതായിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ താന്ത്രികൻ്റെതായ ധർമ്മമുണ്ട്. നമ്മൾ പോക്കറ്റടിക്കാരനെ കൊണ്ട് കൊലപാതകത്തിന് നിയമം കൊണ്ട് നടപടി എടുക്കാൻ പറ്റില്ലല്ലോ. ഇത് പറഞ്ഞ പോലെ തന്നെയാണ് ക്രിക്കറ്റ് കളിക്കും ഫുട്ബോളിനും വേറെ വേറെ നിയമങ്ങളല്ലേ, വോളിബോളിനും ഫുട്ബോളിനും വേറെ വേറെ നിയമങ്ങളല്ലേ. ഇത് പറഞ്ഞ താന്ത്രികൻ്റെ ധർമ്മവ്യവസ്ഥ താന്ത്രിക ഗുരുപരമ്പരയിൽ അധിഷ്ഠിതമാണ്. പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ തന്ത്രമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, പൂജാവിധാനങ്ങളൊക്കെ ഉണ്ടാവും. പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രത്തിൻ്റെ LKG ആണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. പൂജാവിധാനം ഏതും ആവട്ടെ അത് തന്ത്രത്തിൻ്റെ LKG ആണ്. അവിടുന്ന് ഉയർന്നു പോകണം. നമ്മൾ അവിടെ ഇങ്ങനെ തട്ടി നിൽക്കുകയല്ല ചെയ്യുക. നമുക്ക് സാധാരണ നാട്ടിൻപുറത്തെ വയലിലെ ആ 24 സെൻറ്റിലെ പാടത്ത് പന്ത് കളിക്കുന്നതാണോ ഫുട്ബോൾ കളി എന്ന് പറയുന്നത്? അതാണോ നമ്മൾ അർത്ഥമാക്കണേ? അല്ലല്ലോ. ഈ ഫിഫ കപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, വേൾഡ് കപ്പ് പോലെ അതൊക്കെയല്ലേ വലിയ പന്ത് കളി എന്നൊക്കെ നമ്മൾ മറ്റെന്താണ് പന്ത് കളിക്കേ. അപ്പോൾ അതുപോലെയാണ് തന്ത്രത്തിൻ്റെ പൂജാ പദ്ധതികൾ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ പൂജാപദ്ധതി ഏതെങ്കിലും ചെയ്തുകൊണ്ട് തന്ത്രത്തിൻ്റെ LKG ആണ്. അപ്പോഴും തന്നെ അത് ഏതെങ്കിലും ഒരു ചെറിയ സിമ്പിളായിട്ടൊരു പൂജാമാർഗത്തിലൂടെ പോവുകയല്ല. തന്ത്രത്തിൻ്റെ ഉപരിപഠനത്തിലേക്ക് പോകണമെങ്കിൽ അത് പരമ്പരാഗത ഗുരുസമ്പ്രദായത്തിൻ്റെ ഭാഗമായാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ മാത്രമേ ഉള്ളൂ താന്ത്രിക ധർമ്മ ജീവിതം ഉപദേശിക്കപ്പെടുകയുള്ളൂ. തന്ത്രത്തിൽ അങ്ങോട്ട് മണ്ടിച്ചെന്നാൽ ഗുരുക്കന്മാരാരും തന്നെ ഉപദേശിക്കില്ല. ചിലരങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഒത്തിരി ആളുകളെ കണ്ടു. ഇപ്പോൾ നമ്മളെ തന്നെ പരാതി പറയുന്ന ഒത്തിരി ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പലരും വന്ന് പറയാറുണ്ട് പഠിപ്പിച്ചില്ല എന്നൊക്കെ പറയാറുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത് തന്ത്രം പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വന്ന് പഠിപ്പിക്കുക എന്നുള്ള, അല്ലെ പൂജയൊക്കെ പഠിപ്പിക്കും. പക്ഷെ തന്ത്രത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാനാണെങ്കിൽ ഒരു ഗുരുക്കന്മാരും ഓടി വന്നുടനെ താന്ത്രിക ധർമ്മോപദേശം നൽകില്ല. എന്താണ് അതങ്ങനെ നൽകാൻ പാടില്ല എന്നാണ് സാമ്പ്രദായിക ഉപദേശം. പരീക്ഷിച്ച് അന്വേഷിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ തന്ത്രധർമ്മോപദേശം കൊടുക്കൂ. വൈദികമൊന്നും അങ്ങനെയല്ല. വൈദികമൊക്കെ ആർക്കും മനുസ്മൃതി വായിച്ചിട്ട് ധർമ്മം മനസ്സിലാക്കാം. ധർമ്മസൂത്രങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ധർമ്മം മനസ്സിലാക്കാം. തന്ത്രത്തിൻ്റെ അങ്ങനെയല്ല, തന്ത്ര രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ അത് പരീക്ഷിച്ച് നിരീക്ഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ ഉപദേശിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഉപദേശിക്കുമ്പോൾ അവൻ സ്വാതന്ത്ര്യത്തിലേക്കാണ് പോകുന്നത്. അത് അങ്ങനെയൊന്നും കൊടുക്കണ്ടെന്ന് തന്നെയാണ്. അയ്യോ അത് മൂടി വെക്കണം എന്നാണോ? മൂടി വെക്കണം എന്നല്ല, നമ്മൾ അന്വേഷിച്ച് ഉറപ്പിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ഗുരുപാദ ശുശ്രൂഷയുടെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. വേറെ മറ്റുള്ളൊന്നിന് മാർഗ്ഗമല്ല. അതുകൊണ്ട് പൂജയല്ല തന്ത്രം. അതുകൊണ്ട് താന്ത്രിക ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ ശിക്ഷാ ഗുരുക്കന്മാരും അതുപോലെ തന്നെ ദീക്ഷാ ഗുരുക്കന്മാരും ഒക്കെ ഉണ്ട്. അതിൽ തന്നെ പലതരത്തിലുണ്ട്. പ്രേരകൻ, സൂചകൻ, നമ്മുടെ ഗുരുക്കന്മാരുണ്ട്. അതിൽ ചില ഗുരുക്കന്മാർ ദീക്ഷ മാത്രമേ നൽകുള്ളൂ. ദീക്ഷ തന്നെ മോക്ഷത്തിന് ആധാരം എന്നാണ് തന്ത്രത്തിൻ്റെ പ്രമാണം. ദീക്ഷ ഉണ്ടെങ്കിൽ മോക്ഷമായി എന്ന, ബാക്കിയൊന്നും വേണ്ട. പക്ഷേ ചില മൂഢന്മാർക്ക് ദീക്ഷ ഉണ്ടായാലും ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല തോന്നും. അവർക്ക് കിണ്ടിയും മണി എടുത്താൽ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ എന്തോ കിട്ടി തോന്നുള്ളൂ. പക്ഷെ ദീക്ഷ തന്നെയാണ് മോക്ഷത്തിന് ആധാരം, കിണ്ടിയും മണിയുമല്ല. എന്നാലോ ചിലപ്പോൾ നമ്മൾ ദീക്ഷ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്രിയാപദ്ധതികൾ പഠിക്കേണ്ടി വരും. ചിലപ്പോൾ ആ ഗുരു ഉപദേശിക്കും, ചിലപ്പോൾ ഇല്ലെങ്കിലോ മറ്റു ചില ആചാര്യന്മാരിൽ നിന്ന് നമുക്ക് അതിൻ്റെ ശിക്ഷണം, അതിൻ്റെ കർമ്മ പദ്ധതി പഠിക്കേണ്ടി വരും. അതാണ് ശിക്ഷാ ഗുരു എന്ന് പറയുന്നത്. അത് വൈദികത്തിലും തന്ത്രത്തിലും ഒക്കെ ഉണ്ട്. ഇതൊന്നും മനസ്സിലാക്കാണ്ടാണ് ചിലപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്. ഇത് അപ്പോൾ രണ്ടും ഓരോരുത്തരും കിട്ടിയാൽ നല്ലത്, ഇത്രയേ ഉള്ളൂ. മറ്റേ ആശയക്കുഴപ്പമുണ്ടാവും. അപ്പോഴും എനിക്കിത് വേണം എന്ന് പറഞ്ഞ തന്ത്രത്തിൽ ചോദിച്ചാൽ ഒരു ഗുരുക്കന്മാരും തരില്ല. ഇന്നിപ്പോൾ കോഴ്സാണ്, ഇവിടെ ആശ്രമത്തിലും തന്നെ ചില കോഴ്സുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പൂർണ്ണമായി തന്ത്രമാണോ വെച്ചാൽ നമ്മൾ എല്ലാവരോടും വളരെ പൂർണ്ണമായിട്ട് തന്ത്രമൊന്നുമല്ല. അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു പ്രേരണ കൊടുക്കാൻ, സൂചന കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായി അറിയണമെങ്കിൽ നമ്മൾ കൃത്യമായി ഗുരുവരണം നടത്തിക്കൊണ്ട് ഗുരുപദേശ പ്രകാരം ഒരു ശിഷ്യത്വത്തോടു കൂടി മുന്നോട്ട് പോകുന്നവന് മാത്രമാണ് തന്ത്രത്തെ കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അറിഞ്ഞാൽ എന്താ ഗുണം? എന്തൊരു ഗുണം? ജീവിതത്തിൽ നമ്മൾ 99% ഈശ്വരവിശ്വാസികളും ദൈവഭയത്തോട് കൂടിയിട്ടാണ് പോകുന്നത്. ദൈവത്തോടുള്ള പ്രേമം കൊണ്ടല്ല പോകുന്നത്. ആ ദൈവഭയം മാറി അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആസുരിക രാക്ഷസ ശക്തികൾ ഉണ്ടെന്ന് കരുതുന്നു എങ്കിൽ, പൈശാചിക ശക്തികൾ ഉണ്ടെന്ന് കരുതുന്നുവെങ്കിൽ അതിനേക്ക് അതിജീവിച്ചുകൊണ്ട്
തൻ്റെ ജീവിതത്തെ എങ്ങനെ നമുക്ക് ആനന്ദകരമാക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. എന്ന് മനസ്സിലാക്കാൻ പറ്റും. വിശ്വാസമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്, അവിശ്വാസികളുടെ കാര്യമല്ല പറയുന്നത്. വിശ്വാസമുള്ളവർക്ക് അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതം ആനന്ദകരമാക്കാനുള്ള മാർഗ്ഗമേ കിട്ടുള്ളൂ. അത് കേവല പൂജയിലൂടെയോ കേവല നിത്യാനുഷ്ഠാനത്തിലൂടെ മാത്രം ഉണ്ടാവുന്നല്ല, താന്ത്രിക ജീവിത ധർമ്മ വ്യവസ്ഥയെ മനസ്സിലാക്കി പോകുമ്പോൾ മാത്രമേ ഉണ്ടാവൂ. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് എങ്ങനെ അതിന് അവകാശപ്പെട്ട ധാർമ്മിക സുഖങ്ങളെ കൊടുക്കാം എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിലോ അത് തെറ്റാണ്, ഇത് തെറ്റാണ്, മറ്റേ ശരിയാണ്, ഇത് പാപമാണ്, പുണ്യമാണെന്ന് കേട്ട് ആ കൺഫ്യൂഷനാവും നമ്മൾ. അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റുമോ? കൗളന്മാരായിരിക്കാം, പക്ഷെ അപ്പോഴും ഉണ്ടാവും. എന്താണ് കഴിക്കേണ്ടത്, എന്താണ് കുടിക്കേണ്ടത്, എങ്ങനെയാണ് നീക്കേണ്ടത്, എങ്ങനെയാണ് കിടന്നുറങ്ങേണ്ടത്, ഇത്തരം സംശയങ്ങളൊക്കെ പലരിലും ഉണ്ടായിരിക്കും. ഇതിന് കാരണം എന്താ? സാമ്പ്രദായിക ഒരു ഉപദേശം ഇല്ല. അപ്പോൾ എന്താ ഉണ്ടാവുക? ഇന്നത്തെ സാമൂഹ്യ മാധ്യമത്തിൽ ആളുടെ എഴുതി ചോദിക്കുക ചെയ്യും, എന്താണ് അതെ ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടത്, അതിപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്, ഇതെന്താ പൂജ, ഇങ്ങനെ ഇതൊരു മാർഗ്ഗമല്ല എന്ന് കൗള സമ്പ്രദായത്തിൽ സഞ്ചരിക്കുന്നവർ മനസ്സിലാക്കണം. അങ്ങനെ ചോദിക്കാം. ഇപ്പോൾ വേദാന്തമൊക്കെ നമുക്കങ്ങനെ പുസ്തകത്തിലൂടെ മറ്റുള്ള വേദാചാരങ്ങളൊക്കെ ചെയ്യാം. താന്ത്രിക ആചാരങ്ങൾ പ്രത്യേകിച്ച് കൗള ആചാരം അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതല്ല. അങ്ങനെ ചോദിച്ചാൽ കിട്ടുകയുമില്ല. അറിവുള്ള ഒരു ഗുരുക്കന്മാരും പറഞ്ഞു തരില്ല. അവിടെ കൗളം രഹസ്യമാണ്. രഹസ്യം, അതിരഹസ്യം, രഹസ്യാതിരഹസ്യം, പരാപരാതിരഹസ്യം എന്നൊക്കെ പറയും. അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അതിൻ്റെ രഹസ്യത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു പോയിരിക്കുക. അങ്ങനെയുള്ള രഹസ്യം ഗുരുമുഖത്ത് തന്നെ അറിയണമെന്ന് പറയുമ്പോൾ ആ ഗുരുമുഖത്തോട് അറിയുമ്പോൾ മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് നമുക്കൊരു കാഴ്ച കാണേണ്ടേ എന്ന്. ഒരു കാഴ്ച, ഒരു സിനിമ കാണണമെങ്കിൽ അതെങ്ങനെ കാണണമെന്ന് ഒരു ഗുരു ഉപദേശിക്കണം എന്ന് പറയുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കാഴ്ച എന്ന് നമ്മൾ മനസ്സിലാക്കുക. സിനിമ കാണണ്ട എന്ന് തന്ത്രം പറഞ്ഞിട്ടില്ല, നാടകം കാണണ്ട എന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും കാണണ്ട എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാം കാണണം എന്ന് തന്നെയാണ് തന്ത്രം പറഞ്ഞത്. പക്ഷേ അത് എങ്ങനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഒന്നും കാണണമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിന് കാഴ്ച സുഖമുള്ള എല്ലാം കാണാം. പക്ഷെ അത് എങ്ങനെ കാണണം, എങ്ങനെയാണ് കാണണ്ടേ എന്നുള്ളത് ഉപദേശമുണ്ട്. നല്ല മണം, ഇപ്പോൾ മദ്യത്തിനും മണമുണ്ട്, അതുപോലെ തന്നെ മാംസത്തിന് മണമുണ്ട്, പുഷ്പത്തിന് മണമുണ്ട്, പാലിന് മണമുണ്ട്, ഈ പെർഫ്യൂമിന് മണമുണ്ട്. എല്ലാവർക്കും, ഇനി മനുഷ്യർക്കും മൃഗങ്ങൾക്കും സ്വാഭാവികമായ ഗന്ധമുണ്ട്. അതെങ്ങനെയാണ് ആ മണക്കേണ്ടത് എന്നുള്ളതിന് പോലും കൗളമാർഗത്തിൽ കൃത്യമായ ധർമ്മോപദേശമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത് പഠിക്കണമല്ലോ എന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ എന്താ, എന്തും മണക്കാലോ, എവിടെയെങ്കിലും ചിക്കൻ മറക്കണ കേട്ടോ നമുക്ക് മണക്കാലോ, മീൻ പൊരിക്കേട്ടാ മണക്കാലോ, നല്ല സാമ്പാറിൻ്റെ മണം വരികയാണെങ്കിൽ നമുക്ക് മണക്കാലോ, ഇല്ലേ? നല്ല പൊരിയലുണ്ടാക്കുമ്പോൾ അതിൻ്റെയൊക്കെ മണം, അപ്പോൾ അതൊക്കെ നമുക്ക് മണക്കാൻ പറ്റും, പെർഫ്യൂമൊക്കെ. പക്ഷേ അവിടെ ചില തരത്തിൽ അത് ഗന്ധത്തെ ആസ്വദിക്കുമ്പോൾ അത് പാപമാണ് എന്ന് താന്ത്രിക ധർമ്മം പറയുന്നുണ്ട്. മദ്യം വെച്ച് പൂജിക്കലും മദ്യം മണത്ത് കഴിഞ്ഞാൽ പാപമെന്നാണ് പറയുന്നത്. മദ്യം കഴിച്ചവൻ്റെ നാവറുത്ത് തീരിടണമെന്നാണ് പറയണത്. അപ്പോൾ അവിടെ മണക്കാൻ ഒരു നിയമമുണ്ട്. ആ നിയമം അറിയുമ്പോഴേ ഉള്ളൂ താന്ത്രിക ധർമ്മത്തിൽ പോകാൻ പറ്റും. അത് കുളാർണവതന്ത്രം വായിച്ചാണ് മനസ്സിലാവില്ല, ഇല്ല. വായിച്ചാൽ സംശയം നിൽക്കുന്ന പോലെയാണ് താന്ത്രിക ഗ്രന്ഥങ്ങളെല്ലാം. അത് ഗുരു സമ്പ്രദായത്തിൽ ഗുരു പരമ്പരയിൽ നിന്ന് നേടാൻ പറ്റില്ല. പരമ്പര എന്ന് പറഞ്ഞാൽ എന്താ? അറിയുന്നവർക്ക് അറിയുണ്ടാവും, എല്ലാവർക്കും അറിയുണ്ടാവില്ല. പരമ്പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഗുരു, പരമഗുരു, പരമേഷ്ടി ഗുരു ഉണ്ട്. ആ ഗുരു പരമ്പര അങ്ങനെ നീണ്ടു പോകുന്നതാ. ആദി ഗുരുവിൽ നിന്ന് തുടങ്ങി ആദിനാഥനാകുന്ന പരമേശ്വരൻ നല്ലച്ചനിൽ നിന്ന് തുടങ്ങി വരുന്ന ആ പരമ്പരയെ കൃത്യമായി ധാരണയുണ്ടായിരിക്കണം. അതാണ് ഗുരു പരമ്പര. അല്ലാത്തതെന്താ കുഴപ്പം? അല്ലാത്ത കുഴപ്പമൊന്നുമില്ല, ഗുരു തന്നെയാണ്. പക്ഷെ എന്താ കുഴപ്പം? വ്യക്തമായി ധർമ്മോപദേശം നൽകാൻ കഴിയില്ല. അവിടെ ചില ധാരണാവിഷയങ്ങൾ ഉണ്ടായിരിക്കും. പറയുമ്പോൾ എന്താണ് അതിൻ്റെ ക്രമം എന്ന് കൃത്യമായിട്ട് പറയാനാവില്ല. ഒരു വ്യക്തത ഉണ്ടായിരിക്കില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അച്ഛനെയൊക്കെ അറിഞ്ഞതിനെ പോലെ തന്നെ ഇതിൻ്റെ കാര്യം. നമ്മളിപ്പോൾ ഈ എന്താ പറയുക, പൗരത്വം തെളിയിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പരമ്പരാഗതമായി ജനിച്ചവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഒരു മതക്കാർക്കും പ്രശ്നം ഉണ്ടാവില്ല. അല്ലാത്തവർക്കോ എന്താ അവരുടെ പ്രശ്നം? എന്താ? അവർ പൗരന്മാരനെയാണല്ലോ, ഏതെങ്കിലും രാജ്യത്തെ പൗരന്മാരാവില്ലേ. പക്ഷെ എന്താ പ്രശ്നം? ഇവിടുത്തെ ഇന്ന പോലെയാണെന്ന പേപ്പേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് ഗുരുവിന് സമ്പ്രദായ പാരമ്പര്യമില്ല എന്ന് പറയുന്നത്. അവിടെ അവൻ കണ്ടതും കേട്ടതും പറയുന്നല്ലാണ്ട് അതിൻ്റെ പ്രാമാണിക വശങ്ങളെ പറഞ്ഞു തരാനാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കാൻ പറ്റില്ല. അതിൻ്റെ കുറവ് എന്താ? അതിൻ്റെ കുറവ് നന്നായിട്ടുണ്ട്. നമ്മൾ പല കർമ്മികളെയും കാണാറുണ്ട്. ആരെയും കുറ്റം പറയൽ, എല്ലാവരെയും ആദരിച്ച് ബഹുമാനിച്ചിട്ട് തന്നെയാണ് പറയും. പക്ഷെ കൗള സമ്പ്രദായമാണെന്ന് പറയാൻ താല്പര്യപ്പെടുന്ന പറയുന്ന പല ആളുകളുടെയും വേഷഭൂഷാദികളും ഭാവങ്ങളും കാണുമ്പോൾ
എന്തോ കൂടോത്രക്കാരെ പോലെയാണ്. ഒരുപാട് മാലയും ഒക്കെ അവര് ഇതൊന്നും വേണ്ടാന്നല്ല കേട്ടോ. അവരുടേതായിരിക്കുന്ന കർമ്മമണ്ഡലത്തിലും ആ ഒരു സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് അങ്ങനെയൊന്നും അല്ലാന്ന്, ഫുൾ ടൈം അങ്ങനെയാണ്. എന്നാൽ അങ്ങനെ അങ്ങോട്ട് ആവാൻ പറ്റുമോ? ആവോട്ടില്ലേ? അവർ ഗൃഹസ്ഥാശ്രമികളായിരിക്കും. ഇപ്പം ഗൃഹസ്ഥാശ്രമികളാവുമ്പോൾ ചില വേഷഭൂഷാദികളെ കൊണ്ട് എന്തോ ഒരു ഭീകരത സൃഷ്ടിച്ച്, നമ്മുടെ ഈ കുട്ടിച്ചാത്തൻ സിനിമയിലൊരു വയസ്സിലുണ്ടായിരുന്നല്ലോ, അത് പറഞ്ഞ പോലെ എന്തോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയപ്പെടുത്തുന്ന പോലെ ചില ഭാവങ്ങൾ. കർമ്മമണ്ഡലത്തിലാണെങ്കിൽ പോലും കുഴപ്പമില്ല നമ്മൾ, പക്ഷെ അങ്ങനെയല്ല. അങ്ങനെ അല്ലാതെ പലരെയും കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം എന്താ? അതാണെന്ന് കരുതാം. നമ്മൾ പറയുന്നത് ദേവതയുടെ ഭാവം വന്നാണ്, കാളിയെ ഉപാസിക്കുന്നതുകൊണ്ട് കാളിയെ പോലെയാണ്. എന്നാൽ പിന്നെ നാവ് എപ്പോഴാണ് തൂക്കിയിട്ട് നടന്നാൽ പോലെ, നായിൻ്റെ പോലെ. അപ്പോൾ അതാണ് കൗളം എന്ന് തെറ്റിദ്ധരിക്കുന്നതിന് കാരണം എന്താണ്? അത് കൃത്യമായി സമ്പ്രദായ ബന്ധമില്ലാത്തത് കൊണ്ടാണ്. ഇപ്പം മുറുക്കും, എന്തിനാണ് വെറ്റില മുറുക്കുന്നേ? കൗളന്മാർ വെറ്റില മുറുക്കും. കൗളന്മാരുടെ വൈദികന്മാരൊക്കെ പൂജയുടെ ഭാഗമായിട്ട് നമ്പൂരാക്കന്മാരൊക്കെ മുറുക്കും നമ്മളെല്ലാവരും കാണാൻ പറ്റും. ആദിവാസി തൊട്ടിട്ട് എല്ലാവരും മുറുക്കും നമുക്ക് കാണാൻ പറ്റും. എന്തിനാണ് വെറ്റില മുറുക്കുന്നേ? അത് ഈ സമ്പ്രദായത്തിൻ്റെ ഭാഗമാണെങ്കിൽ എന്തിനാണ് മുറുക്കുന്നത് അറിയണമല്ലോ. അതോ എപ്പോഴും കോളാമ്പിയായി ഇരിക്കാൻ വേണ്ടിയിട്ടാണോ? അതാണോ അതിൻ്റെ ഉദ്ദേശം? എന്താണ് അതിൻ്റെ അർത്ഥതലങ്ങൾ? ഇത് വിചാരം ചെയ്തിട്ട് വേണ്ട മുറുക്കുക. അതൊന്നുമില്ല, കോളാമ്പി പോലെ പല കർമ്മികളെയും കണ്ടിട്ട് കോളാമ്പി പോലെയാണ്. ഇതിന് കുറ്റം പറയല്ല, ആദരിച്ച് ബഹുമാനിച്ച് തന്നെയാണ് പറയുന്നത്. അത് ആയിക്കോളും. പക്ഷേ അതിനെ കൃത്യമായി ഉത്തരം നൽകിക്കൊണ്ട് അത് തൻ്റെ പരമ്പരയ്ക്ക് പറഞ്ഞു കൊടുക്കാനാകണമെങ്കിൽ ഒരു പരമ്പരയുടെ ഭാഗമാവണ്ടേ? അങ്ങനെ ഭാഗമായിക്കൊണ്ടേ നമ്മൾ ഈ കാലഘട്ടത്തിന് ഇണങ്ങുന്ന പോലെയൊക്കെ പോകുമ്പോഴല്ലേ പുതിയ തലമുറയ്ക്ക് ഇതിലേക്ക് വരാനും നമുക്കൊപ്പമുള്ള നമ്മുടെ മക്കൾക്കെങ്കിലും നമ്മളോടൊരു താല്പര്യം. ഭാര്യയും മക്കളൊക്കെ ഉള്ള കർമ്മികളാണെങ്കിൽ ഒന്ന് ചിന്തിക്കും. നമ്മൾ ഈ ചെയ്തു പോകുന്ന ഈ കാര്യങ്ങൾക്ക് നമ്മുടെ കുടുംബം നമ്മളെ പോലെ ആകണമെന്ന് നമ്മുടെ മക്കൾ ഒരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകണ്ടേ? നമ്മൾ ഈ ഒരുപാട് മാലിയും ചോന്ന കുറി ഒരുപാട് കുറിയൊക്കെ ഇട്ട് വീണ്ടും നമ്മൾ കർമ്മമണ്ഡലത്തിൻ്റെ കാര്യമല്ല പോകണത്, ഫുൾ ടൈമാണ് പോകണത്. ഇവൻ്റെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. ഭാര്യയുടെ കൂടെ കല്യാണത്തിന് പോകുമ്പോഴും നമ്മൾ അങ്ങനെ കറുത്ത ഷർട്ടോ കറുത്ത മുണ്ടോ അല്ലെങ്കിൽ ചോന്ന മുണ്ടോ വലിയ ചപ്ര കുറിയും ഉള്ള കുറേ മാലിയൊക്കെ ഇട്ട് നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. പോരുന്ന ഭാര്യയ്ക്ക് ചിലപ്പോൾ ഇതിനോട് ടച്ച് ഉണ്ടാവില്ല. അപ്പോൾ ഭാര്യയ്ക്ക് നമ്മളെ പറ്റില്ല, മക്കൾക്കും പറ്റില്ല. എല്ലാവരെയും കാര്യമല്ല കേട്ടോ, ഇഷ്ടപ്പെടുന്ന സ്ത്രീകളും ഉണ്ട്, മക്കളും ഉണ്ട്. പക്ഷെ ഭൂരിപക്ഷമാണ് ഈ കാലഘട്ടത്തിലെ കാര്യം. ഇതൊക്കെ പല പല സ്ഥലത്തു നിന്നുള്ള ആളുകളുടെ അനുഭവം, അവരുടെ സംസാരം കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പം നമുക്ക് ചില മാറ്റങ്ങൾ ഇല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല, പിന്നെ അവർക്ക് താല്പര്യമില്ല, നാട്ടുകാർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഈ ധർമ്മത്തെ നോക്കിക്കാണുന്നവർ തന്നെ ഇന്ന് വിലയുടെ എങ്ങനെ? ഇതിനെ നോക്കിക്കാണുന്നവരും പറയും ഇതൊരു മോശമാണ്. അപ്പോൾ നമ്മൾ കാലത്തിനനുസരിച്ച് പോകണമെങ്കിൽ എന്ത് വേണം? ഈ വേഷഭൂഷാദികൾക്കപ്പുറം മറ്റെന്തോ ആണ് എന്നുള്ള ധാരണ വേണം. അവിടെയാണ് നമ്മൾ പറഞ്ഞ ഇന്ദ്രിയങ്ങളെ, അത് കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, നല്ലത് കേൾക്കണം. എന്താണ് നല്ലത്? കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് ഒരു യഥാർത്ഥ കൗളനെ സംബന്ധിച്ച് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് നല്ലതാ, കേൾക്കാൻ ആസ്വാദനം ഉണ്ട്. എല്ലാവർക്കും ഇല്ല കേട്ടോ. കാരണം എന്താണ്? അവർക്ക് ഇതിൻ്റെ അർത്ഥതലങ്ങൾ അറിയില്ല. വെറുതെ ഇരുന്ന് കുറേ വാക്കുകൾ പറയുന്നതല്ല കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട്. അങ്ങനെയുള്ളതിനോട് നമുക്ക് യോജിപ്പൊന്നുമില്ല. എന്നാലും അത് പറയുന്നതും തെറ്റില്ല. എല്ലാ വാക്കിനും അർത്ഥതലം ഉണ്ടാവുകൊണ്ട് തെറ്റില്ല. പക്ഷെ മറിച്ച് ആ ഭരണിപ്പാട്ടിൽ അടങ്ങിയിരിക്കുന്ന ആത്മതത്വത്തെ നമുക്ക് മനസ്സിലാവുമ്പോൾ അത് കേൾക്കാൻ രസം തന്നെ, ഒരു മോശവും തോന്നില്ല നമുക്ക്. അർത്ഥം അറിയാത്തത് കേട്ട് കഴിഞ്ഞാൽ, ചൈനക്കാരുടെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുക? ഒന്നും മനസ്സിലാവില്ലല്ലോ. പക്ഷെ അത് ചൈനക്കാരുടെ ഭാഷ തെറിയാണെന്നാണ് ചിന്തിച്ചു എന്ന് കരുതുക. അവരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെന്താ കരുതുക? കണ്ടോ, കംപ്ലീറ്റ് തെറി പറയുകയാണെങ്കിൽ നിർത്തലാക്കണം എന്ന് പറയില്ലേ? ഇത് പറഞ്ഞ പോലെ അവിടെ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥതലങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്ത പശുജനങ്ങൾക്കത് മോശമായിരിക്കാം, പക്ഷെ അറിയുന്ന കോളന് മോശമല്ല. അപ്പോൾ അത് നല്ലത് കേൾക്കാൻ. ഇത് മാത്രമാണല്ല, നല്ല നല്ല സിനിമാ പാട്ടുകളില്ലേ നമുക്ക് കേൾക്കാം, നല്ല പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ, വിപ്ലവം ഉണർത്തുന്ന പാട്ടുകളൊക്കെ നമുക്കില്ലേ, അതൊക്കെ നമുക്ക് കേൾക്കാൻ തോന്നും. നല്ലൊരു നാളെ ഞങ്ങൾക്കായി തന്നുപോയവരേ നാടിനു വേണ്ടി എന്നൊരു പാട്ട് നമ്മളിപ്പോഴത്തെ കേൾക്കേണ്ടായി. കമ്മ്യൂണിസ്റ്റുകളുടെ പാട്ടാന്ന് തോന്നുന്നു, പക്ഷെ നല്ലൊരു ആകർഷണം തോന്നി, കുറച്ച് പഴക്കമുള്ള പാട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള പാട്ട് ആ കേൾക്കാൻ തോന്നുന്നതുകൊണ്ട് ആയി കാണാൻ കേൾക്കാനൊക്കെ ഒരു രസമുണ്ടല്ലോ ഇല്ലേ? അപ്പോൾ ആ കേൾക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത? അപ്പോൾ നമ്മൾ ഈ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് ചിലർക്ക് മോശമാണ്, ചിലർക്ക് നല്ലതാണ്. അപ്പോൾ അതെങ്ങനെയാണത് മനസ്സിലാക്കുന്നത്? ഗുരുപദേശം വേണം. അങ്ങനെ ഭോഗം എന്ന് വേണം. അപ്പം ഇന്ദ്രിയ ഭോഗങ്ങൾ, ഇപ്പം നമ്മളിനി ലൈംഗികത, ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു ലൈംഗികത വിസർജിക്കുക എന്നൊരു കർത്തവ്യമാണ് ഗുദത്തിനും ലിംഗത്തിനും ഒക്കെ ഉള്ളത്. എന്നാൽ അത് മാത്രമാണോ? ലിംഗത്തിന്
പ്രത്യുൽപാദനം എന്നൊരു കർമ്മം കൂടി കൊടുത്തിട്ടുണ്ട്, സ്ത്രീ ആയാലും പുരുഷനായാലും. ആ പ്രത്യുൽപാദനം ഒരു ആനന്ദത്തെയും ഒരു ശാരീരിക സുഖത്തെയും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വിനിയോഗിക്കണം? അതും ഇവിടെ ഈ താന്ത്രിക ധർമ്മം വ്യക്തമായി പറയുന്നുണ്ട്. മണ്ടി ചെന്ന ഗുരുവിന് പറയും, എടാ നീ ഇങ്ങനെ ചെയ്തോന്ന് പറയും. ആരോട് പറയും? എങ്ങനെ പറയും? ആണായാലും പെണ്ണായാലും വണ്ടിയാണ് ചെന്ന് അപ്പോൾ ആ ഗുരുവിനെ വിലയിരുത്തുക എങ്ങനെയാണ്? അപ്പം ഇതൊരു സാധനാക്രമമാകുന്നത് കൊണ്ടും ജീവിതത്തിലെ എല്ലാം ഒരു മനുഷ്യനെ ദേവതുല്യനാക്കിയിട്ട്, ദേവേന്ദ്രൻ്റെ സദസ്സിൽ എന്തായാലും അവിടെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടം കളിക്കുന്ന പോലെയല്ലല്ലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അവിടെ കൃത്യമായി ഉർവശി മേനക രമ്പ തിലോത്തമയൊക്കെ ഇങ്ങനെ ഭയങ്കര അല്ലേ ഡാൻസൊക്കെ കളിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സ്വർഗീയ സുഖങ്ങൾ എന്ന് പറഞ്ഞാൽ സോമവും അതുപോലെ തന്നെ അപ്സരസ്സുകളുടെ നൃത്തവും ഗന്ധർവന്മാരുടെ ഗാനവും വാദ്യമേളങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേവലോകം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഭൗതികമായ സുഖങ്ങളോട് കൂടിയതാണ് എന്നാണ് പുരാണങ്ങളൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ, ഭൂമിയിലെ ദേവന്മാരാവുക നമ്മളെന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് ധാർമ്മികമായി ആസ്വദിക്കാൻ പറ്റുന്ന ഈ ദേവേന്ദ്രൻ്റെ സദസ്സിലെ എല്ലാം നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ പാടില്ല. മരിച്ചു പോയിട്ട് ഈ പറഞ്ഞ പോലെ അപ്സരസ്സുകളും സ്വർഗവും അവിടെ സ്വർഗീയ സുഖങ്ങളും മറ്റേ മദ്യക്കുപ്പികളൊന്നും അല്ല. അതൊന്നുമല്ല സനാതനധർമ്മത്തിൽ താന്ത്രിക വീക്ഷണം. ഈ ഭൂമിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന എല്ലാം അനുഭവിക്കാൻ പറ്റണം, ആ സുഖങ്ങളെല്ലാം അനുഭവിക്കാൻ പറ്റണം. അതുകൊണ്ട് പൂർണ്ണ ഭോഗമാണ്. 100% ഭോഗിയായിരിക്കാൻ ഒരു കൗളന് പറ്റണം. എങ്ങനെ പറ്റും? എല്ലാവരെയും പോലെ തോന്നിയ ദിവസം കാട്ടിക്കൊണ്ട് പറ്റുമോ? പറ്റില്ല. ധാർമ്മിക ഉപദേശത്തോടുകൂടി പറ്റും. അത് ഒരിക്കലും തന്നെ ആത്മസംബന്ധിയല്ല, അത് ശരീര സംബന്ധിയാണ്. അങ്ങനെ ചെയ്താൽ ആത്മാവിന് ഉന്നതി ഉണ്ടാകില്ല എന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ അവർക്ക് കാര്യം പിടുത്തം കിട്ടിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു കുടത്തിൻ്റെ പുറത്ത് കരിയുണ്ട് എന്ന് കേട്ടിട്ട് അത് അകത്തിരിക്കുന്ന വെള്ളത്തിലാവില്ല, പുറത്തുള്ള കാര്യങ്ങളാണ്. അപ്പോഴും തന്നെ കരി എന്താണ്? ചിലപ്പോൾ അടുപ്പത്ത് ചോറ് വെച്ചതായിരിക്കാം. അതിന് ആവശ്യം, ഈ ആവശ്യം തന്നെ ശരീരത്തിൻ്റെയും, ശരീരം എടുത്തിരിക്കുന്നത് സ്വയം അറിയാനാണ്, കണ്ണാടി വെച്ചിരിക്കുന്നത് കാണാനാണ്, ആത്മാവിനെ കാണാനാണ്, അല്ല നമുക്ക് നമ്മളെ കാണാനാ. ഇവിടെ ആത്മാവിന് വേണ്ടത് എന്താണ്? ജ്ഞാനത്തെ. ആത്മാവിനല്ല ജ്ഞാനം, നമുക്ക് തന്നെയാണ്. എന്താണ്? ഈ ജീവനും ശരീരവും ആത്മാവും ശരീരവും വേർപെടുമ്പോൾ അതിനെ അതിജീവിക്കേണ്ടതുണ്ട്, ആ ശിവത്വത്തെ അറിയേണ്ടതുണ്ട്. ആ ശിവത്വത്തെ അറിഞ്ഞാൽ മാത്രമേ ശിവം എന്തിന് ശരീരം കൈക്കൊണ്ടു, ഞാൻ എന്തിന് ജനിച്ചു, എനിക്കെന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഇത് രണ്ടും അറിയണം. അപ്പം ആ ജ്ഞാനത്തെ ആർജിക്കുക എന്ന് തന്നെയാണ് ആത്മീയ ജീവൻ മുക്തിക്ക് ആധാരം. ആത്മാവ് പറഞ്ഞാൽ ആ പരമാത്മാവ് എന്നല്ല അവിടെ പറഞ്ഞ ജീവാത്മാവിനെയാണ്. ജീവൻ മുക്തിക്ക് ആധാരം ജ്ഞാനത്തെ നേടുക. അവിടെയാണ് യോഗമാർഗം പറഞ്ഞത്. യോഗമാർഗത്തിന് ഇന്ദ്രിയങ്ങളെയൊക്കെപ്പാടെ യോജിപ്പിച്ച് ഒരു തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ള കൂടിയാണ്. എന്ന ധാതുവാണ്, യോജിപ്പിക്കൽ കൂടിയാണ്. അപ്പം ഇന്ദ്രിയങ്ങളെയൊക്കെ എങ്ങനെ പോയാലും ഒന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ. അപ്പം ശാരീരികമായിരിക്കുന്ന സുഖങ്ങളെ, എല്ലാ ഇന്ദ്രിയ സുഖങ്ങളെയും നമുക്ക് അനുഭവിക്കാൻ പറ്റണം. എന്നാൽ ഇത് പറയുമ്പോൾ മനസ്സിലാക്കുക, വേദാന്ത ധർമ്മത്തിൽ, വേദാന്ത സന്യാസ പാരമ്പര്യത്തിൽ ഒന്നും തന്നെ ഇതല്ല കൺസെപ്റ്റ്. രണ്ടും വേറെ വേറെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വായിക്ക് രുചിയായി എന്തും കഴിക്കാം. അത് കഴിക്കുമ്പോൾ ഇതിൻ്റെ നിയമങ്ങളുണ്ട്. എന്നാൽ അപ്പുറത്തോ അത് തെറ്റാണ്. കാരണം ക്രിക്കറ്റിൻ്റെ നിയമമാണ് അവിടെ, ഇവിടെ പന്തുകളുടെ നിയമമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ ഈ ജീവിതത്തെ ആസ്വദിക്കാൻ പറ്റുക. പല ആളുകളെയും നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഈ കാവ്യ വസ്ത്രം എടുത്ത ആളുകളും ഉപനയനം ചെയ്ത ആളുകളും ഒക്കെ അതാണ് എന്തോന്ന് കേട്ട് അതിൽ പോയിട്ടാണ് ചാടിയത്. ഈ പാറ്റ ഉണ്ടായി ചിറക് മുളച്ച് മറ്റേ വെളിച്ചം കണ്ട് വായുന്ന പോലെയാണ് പാഞ്ഞതാ. പിന്നെ അവർ തോന്നുകയാണ് അയ്യോ ഇതൊന്നും അല്ല. പിന്നെ എന്താ വെച്ചാൽ ഒരു പാർഗവും ഇല്ലാത്ത കുറേ ആളുകൾ, എല്ലാവരെയും അല്ല കുറേ ആളുകളെ കാണാറുണ്ട്. അതിൽ അങ്ങനെ ഒരു സംഭവമില്ല. നമുക്ക് ഈ ജന്മത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളുടെ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അതിനൊരു വേഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏത് വേഷമാവാം. കൗളനെ സംബന്ധിച്ച് ഇങ്ങനെ വസ്ത്ര നിയമമൊന്നുമില്ല. ഉപാസനാവേളയിൽ നിയമമുണ്ട്, അത് ഓരോ സമ്പ്രദായത്തിനനുസരിച്ച് നിയമങ്ങളുണ്ട്. എന്നാൽ ബാഹ്യമായിട്ട് ഒരു വസ്ത്ര നിയമങ്ങളും അങ്ങനെ ഇല്ല. അത് പിന്നീട് ഒരു വ്യവസ്ഥ ആരെങ്കിലും സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അല്ലാണ്ട് കൗളത്തിൽ അങ്ങനത്തെ നിയമമൊന്നുമില്ല, ആവശ്യമില്ല. ഗൃഹസ്ഥാശ്രമികളുടെ കൂടിയാണെങ്കിൽ ഒട്ടും വേണ്ട. ഇവിടെ ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാൻ ധർമ്മോപദേശം വേണമെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് കൗളനെ സംബന്ധിച്ച് സാധനാ പദ്ധതിയുടെ ഭാഗമായിട്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്നതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പ്രമാണം കൊടുത്തിട്ടുണ്ട്. ഈ പ്രമാണം പലപ്പോഴും ഒരു കൗളന് പൂർണ്ണമാക്കാൻ സാധിക്കാറില്ല. എല്ലാവരും കാര്യമില്ല, സാധാരണന്മാരായിരിക്കുന്ന കൗള സാധന ചെയ്യുന്ന ആളുകളാണ്, വിവാഹിതരൊക്കെ ആയിരിക്കും.
അല്ലെങ്കിൽ അവിവാഹിതരായിരിക്കും. അവരെ സംബന്ധിച്ചിട്ട് ഒരു കൗള പൂജ പൂർത്തീകരിക്കണമെങ്കിൽ, കൗള സാധന പൂർത്തീകരിക്കണമെങ്കിൽ അവിടെ ചില നിയമങ്ങളുണ്ട്. ജപം ചെയ്യുക, അതായത് കാലത്ത് ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുക, ജപം ചെയ്യുക ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ ഒരു കൗള സാധനയുടെ ഭാഗമാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പൂജ ഇത്യാദി ചെയ്യുന്ന സമയത്ത്, പൂജ അവസാനിക്കുന്ന സമയത്ത് അവിടെയാണ് നമുക്ക് ശക്തി പൂജ ചെയ്യേണ്ടതുണ്ട്. കൗളന്മാർക്ക് ശക്തി പൂജ ചെയ്യണമെങ്കിൽ, ശക്തി സാധന ചെയ്യണമെങ്കിൽ സ്വന്തം ശക്തിയാവാം, അല്ലെങ്കിൽ ദീക്ഷിതയാവാം, അതെന്തെങ്കിലും ആവട്ടെ, അതിലേക്ക് നമ്മൾ കൂടുതൽ പോലെ ഗുരുപദേശപ്രകാരം അറിയേണ്ടതാണ്. ഇതൊന്നും അറിയാണ്ട് തന്നെ ഒരുപാട് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന കഥകളൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്ന പല ആളുകളും വന്നിട്ട് അതിങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ചൂഷണം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ രോദനങ്ങൾ പലരും പല പേരും പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊക്കെ കാരണം വെച്ചാൽ കൃത്യമായി ഗുരുസമ്പ്രദായം ഇല്ലാത്തതുകൊണ്ട്, ഗുരുസമ്പ്രദായം ഉള്ളവരൊന്നും സ്ത്രീകളെ ചൂഷണം ചെയ്യില്ല. അപ്പോൾ അതും എല്ലാവരും മനസ്സിലാക്കാം. അപ്പം അവിടെയാണ് കുലശക്തിം പിനാദേവി യോജബേ സതുപാമര സിദ്ധിർന്ന ജായതസ്വ കൽപ്പകോടീശതൈരഭി. അത് കുലശക്തിയെ കൂടാതെ ഈ ശക്തി സമേതനായിക്കൊണ്ട് ശക്തി സാന്നിധ്യം ഇല്ലാതെ ചെയ്യുന്ന ജപമൊന്നും അല്ലെങ്കിൽ സാധന, കൗള സാധന പൂർണ്ണമാകില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഈ പറയുന്ന ശക്തി സമേതനല്ലാണ്ട് എത്ര കാലം 100 കോടി വർഷം നമ്മൾ സാധന ചെയ്താലും ഗുണം കാണില്ല എന്ന്. അപ്പോൾ ഈ കൗള സമ്പ്രദായത്തിൽ സാധന ചെയ്യുന്നവരൊന്ന് വിചാരം ചെയ്യും, നമുക്ക് എത്രത്തോളം നമ്മുടെ സാധന വിജയിപ്പിക്കാൻ പറ്റുന്നുണ്ട്? നമ്മൾ ജപാവസാനത്തിൽ നമുക്ക് ശക്തി ഉപാസന ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആരാണ് നമ്മൾ അടുത്തിരിക്കേണ്ടത്? അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, വിവാഹം കഴിഞ്ഞ് നമ്മളുടെ ഭാര്യ നമ്മളുടെ അടുത്തിരിക്കാൻ, പൂജാവേള ജപത്തിൻ്റെ അടുത്ത് വന്നിരിക്കാൻ തയ്യാറാവൂ. എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അവർക്ക് എന്തുകൊണ്ട് ഇതിന് താല്പര്യമില്ല, താല്പര്യമുണ്ടാക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്ന് വിചാരം ചെയ്യും. ആദ്യകാലത്ത് പറ്റിക്കൊള്ളുന്നില്ല. ഇനി കുറേ കാലം കഴിഞ്ഞിട്ടും അവർക്ക് നമ്മുടെ പൂജാമണ്ഡലത്തിലേക്കൊന്ന് വരാനോ നമ്മളെ സഹായിക്കാനോ നമ്മുടെ അടുത്ത് ഇരിക്കാനോ ഒന്നും തോന്നുന്നില്ല എങ്കിൽ ആ കൗളൻ ഒരു കൗളനാകുമോ? കാരണം യോഗഭോഗാത്മകമായിട്ടാണ് അവൻ്റെ ജീവിതമെങ്കിൽ അവൻ്റെ സഹധർമ്മിണി അവനൊപ്പം വരണ്ടേ. പക്ഷെ എന്താണ് ഉണ്ടാകുന്നതല്ല, അവൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല നമ്മൾ പോകുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയാണ് നമ്മൾ പോകുന്നത്. എന്താണ്? നമുക്ക് ജപമുണ്ട്, പ്രാർത്ഥനയുണ്ട്, കോഴിവെട്ടുണ്ട്, കള്ളുണ്ട്, പൂജയുണ്ട്, കുറിയുണ്ട്, തറിയുണ്ട്, ചുവന്ന വസ്ത്രമുണ്ട്, ഒരുപാട് മാലയുണ്ട്, കുറേ ചപ്പറ മുറിയുണ്ട്, മുടിയുണ്ടായിരിക്കും. ഉള്ള മുടിയാണെങ്കിൽ വാരി വെച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ വായ നിറച്ച് വെറ്റില മുറുക്കിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ അവൾ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കില്ല. അവൾ സ്കൂളിൽ പഠിക്കാൻ പോയപ്പോഴും കോളേജിൽ പോയപ്പോഴും അവൾക്കൊരു സങ്കല്പം ഉണ്ടായിരിക്കും അവളുടെ ഭർത്താവിനെ കുറിച്ചിട്ട്. ആ ഭർത്തൃസങ്കല്പത്തിലേക്ക് ഉയരാൻ പലർക്കുമായിട്ടുണ്ടാവില്ല. അവരെന്താണ്, അവർക്ക് ദേവിയും ഭഗവതിയും വെട്ടിത്തെളിഞ്ഞ പാടും ഒക്കെ ആയിട്ട് ഇതാന്ന് കരുതും. അവൾക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് അവളിവിടെ വന്നിരിക്കില്ല. അവൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അവളെ കൂട്ടി സിനിമയ്ക്ക് പോകാനോ അവളെ കൂട്ടി പുറത്തു പോകാനോ ഒന്നും ഇവന് പറ്റില്ല. അല്ലെങ്കിൽ അവളോടൊന്ന് സല്ലപിക്കാൻ എല്ലാവരെയും കാര്യമല്ല പറയുന്നത്. അതിനൊന്നുമില്ലാത്തത് കൊണ്ട് ഇവൾക്ക് ഇത് കാണുമ്പോഴത്തേനെ അറപ്പാവും, പുറത്തു പറയില്ല, വെറുപ്പാവും, പുറത്തു പറയില്ല. പുറത്തു പറഞ്ഞാൽ ഇയാൾക്ക് ദേഷ്യം വരില്ല. അപ്പോൾ പുറത്തു പറയില്ല. എന്താണ്? ഇതിനൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങോട്ട് പോകും. അല്ലാണ്ട് ശക്തി പൂജയ്ക്കൊന്നും വന്നിരിക്കില്ല. ശക്തി പൂജയ്ക്ക് വാമഭാഗത്ത് വാമേ ശക്തി സംസ്ഥാപ്യ ജപേൻ മന്ത്രമനന്യധി എന്നൊക്കെ ശ്ലോകം പറഞ്ഞു പോകുന്നുണ്ട്. സ്വന്തം വാമഭാഗത്ത് വന്നിരിക്കണം രാത്രിയിലെ പൂജയ്ക്ക് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ. ഇരിക്കുന്നില്ല എങ്കിൽ അവിടെ നമ്മൾ സ്വയം ഒന്ന് തിരുത്തേണ്ടേ, നമ്മൾ അവരെ അറിയണ്ടേ, അവിടെ പൂർണ്ണമായൊരു ഭോഗിയായി ജീവിക്കാൻ നമുക്ക് ആവണ്ടേ, ഒരു ഭോഗിയാവണ്ടേ. ഭോഗിയാവണമെങ്കിൽ എന്ത് വേണം? ഭോഗിയാവണമെങ്കിൽ ഭോഗസുഖങ്ങൾ നേടണമെങ്കിൽ എന്താ വേണ്ടേ? അർത്ഥം വേണം, കാശ് വേണം. കാശ് എങ്ങനെ ഉണ്ടാക്കും? ഈ പൂജയുടെ പേരും പറഞ്ഞ് ആൾക്കാരിരുന്ന് വാങ്ങിയിട്ട് മാത്രമാണോ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റുക? അല്ല. അതുകൊണ്ടാണ് കൗളൻ തൻ്റെ പൂജാകർമ്മങ്ങൾ തൊഴിലാക്കാതെ മറ്റു വല്ല തൊഴിലും ചെയ്ത് ജീവിക്കുക. അധ്യാപനമാകാം, അധ്യയനമാകാം എന്നൊക്കെ പറഞ്ഞാലേ എന്തുമാകാം, എന്ത് കൂലിപ്പണി എടുത്താലും കുഴപ്പമില്ല. ആ ധാർമ്മികമായി സമ്പാദിക്കുന്ന ധനം കൊണ്ട് ഈ ദേവതാ ഉപാസന ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തു വേണം? തൻ്റെ കുടുംബത്തെ ഭൗതികമായ സുഖങ്ങൾക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അപ്പോൾ നമ്മളൊക്കെ പലരെയും കാണാറുണ്ട്, കാളിയുണ്ട് വീട്ടിൽ, ചാത്തനുണ്ട് വീട്ടിൽ, മുപ്പനുണ്ട് വീട്ടിലൊക്കെ പറഞ്ഞിട്ടോ പിന്നെ മുഴുവൻ ദാരിദ്ര്യ പറയുക, പിന്നെ ദാരിദ്ര്യം കേൾക്കാനുള്ളൂ.
ഇതൊക്കെ ഉണ്ടായിട്ട് പിന്നെ എന്താ ഇത്ര ദാരിദ്ര്യം? എന്താ ദാരിദ്ര്യം? പരമ്പരയാ ഉള്ളതാണെങ്കിൽ അതവിടെ കിടക്കും. പക്ഷെ നമ്മളും കൂടി ഉണ്ടാക്കാണല്ലോ. ഒരാളുണ്ടായി പണ്ട് പറയാം, കാളി ക്ഷേത്രമുണ്ട്, ഉത്സവം നടത്തിയിട്ട് പാപ്പരായി എന്ന്. ഉത്സവം നടത്തി പാപ്പര. എന്താ കാര്യം? കൃത്യമായി ഗുരുപദേശമില്ല. അവനാൻ്റെ കയ്യിലില്ലാണ്ട് പിന്നെ ഭഗവതിക്ക് ഉത്സവം നടത്തേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ അത് ഗുരുപദേശമില്ലാത്തതുകൊണ്ടാണ് കാണിക്കേണ്ടിയെന്ന്. അപ്പോൾ അവിടെ ദാരിദ്ര്യമായി. ഈ ദാരിദ്ര്യമാകുമ്പോൾ ഈ ദൈവത്തെ പൂച്ച് ദാരിദ്ര്യമാകുമ്പോൾ ഒപ്പമുള്ള ആൾക്ക് ഇഷ്ടമുണ്ടാവുമോ? ഉണ്ടാവില്ലാന്ന്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമുക്ക് തിരിച്ചറിവോടുകൂടി പോകാൻ പറ്റും. എന്താണ്? ധനം സമ്പാദിച്ചുകൊണ്ട്, അർത്ഥം സമ്പാദിച്ചുകൊണ്ട് മാത്രമേ കാമം, പുരുഷാർത്ഥത്തിൻ്റെ കാമം, ധർമ്മം, പുരുഷാർത്ഥത്തിൻ്റെ കാര്യത്തിൽ തന്ത്രവും വേദമൊന്നും മാറ്റമൊന്നുമില്ല. പുരുഷാർത്ഥം, ധർമ്മം, ഗുരുമുഖത്ത് നിന്ന് ധർമ്മത്തെ പഠിക്കണം. താന്ത്രിക പദ്ധതിയാണെങ്കിൽ താന്ത്രിക ധർമ്മത്തെ, എന്നിട്ട് ആ താന്ത്രിക ധർമ്മത്തെ പഠിച്ചുകൊണ്ട് അർത്ഥം, ആ തന്ത്രമാർഗ്ഗമാണ് ഈ പറയും പണിയെടുത്ത് ജീവിക്കണമെന്ന് പറയുന്നത്. അല്ലാതെ നീ പൂജ ചെയ്ത് ജീവിച്ചോ എന്നും താന്ത്രിക ഗുരുക്കന്മാർ പറയില്ല. അതൊക്കെ തേടി വരുന്നവർക്ക് ചെയ്തു കൊടുത്തുള്ളൂ. പക്ഷെ അത് പണിയാക്കരുതേ. നീ മറ്റൊരു കർമ്മത്തെ ചെയ്തുകൊണ്ട് നീ ധനം സമ്പാദിക്കുകയും, താന്ത്രിക പദ്ധതി ആവുകൊണ്ട് സ്വയം ധനം സമ്പാദിക്കുകയും, അത് ഗുരുവിന് ദക്ഷിണ കൊടുക്കേണ്ടതുണ്ട്, കുടുംബത്തിന് കൊടുക്കേണ്ട, സേവനം ചെയ്യേണ്ടതിന് പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യണം. പക്ഷേ അല്ലാതെ ദാരിദ്ര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്തരം മേഖല കഴിയാനൊക്കെ ദാരിദ്ര്യം പറയാനേ ഉള്ളൂ. ഇതിന് കാരണം അവർ മറ്റൊന്നും കരുതുന്നില്ല, ഇതെന്തോ പൂജ ചെയ്തുണ്ടാക്കാം എന്ന് മാത്രം കരുതുക. അപ്പോൾ അവൻ്റെ കുടുംബജീവിതത്തിൽ വേണ്ട വിധത്തിലുള്ള ഭൗതിക സുഖങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ അവന് പറ്റില്ല. സ്വാഭാവികമായിട്ടും കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് സഹധർമ്മിണി ഒപ്പം വരില്ല. അങ്ങനെ വരുമ്പോൾ സാധന പൂർത്തീകരിക്കില്ല. പിന്നെ എന്ത് കൗളനാണ്? മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം, അഞ്ചാമത്തെ മകാരം ചേർന്നാൽ തന്നെ കൗളാവുള്ളൂ. അല്ലെങ്കിൽ കൗളാവില്ല. കള്ളുംകോഴിയുള്ള പൂജയും പദ്ധതിയൊക്കെ കൗളാവില്ല. മൈഥുനം എന്ന അഞ്ചാമത്തെ കാര്യം വന്നേ പറ്റുള്ളൂ. മൈഥുനം ഇപ്പം നേരത്തെ പറഞ്ഞത് അതായിട്ടല്ല പറഞ്ഞത്, സാധന സാന്നിധ്യ പറഞ്ഞത്, ശക്തിയുടെ സാന്നിധ്യം. ഈ ശക്തി അടുത്ത് വന്നിരുന്നാൽ മതിയോ? ഭാര്യയല്ല വേറൊരാളായിട്ട് അടുത്ത് വന്നിരുന്നാൽ മതിയോ? അല്ല, ഭാര്യയാണെങ്കിലും ശക്തിയാണ്. എല്ലാവരോടാണ് മൈഥുനം എന്നുള്ളതൊന്നുമല്ല. കേൾവിക്കാരെല്ലാവരും കൗളന്മാരല്ല, നമുക്കറിയാം. അതുകൊണ്ട് എല്ലായിടത്തോടും മൈഥുനം ലൈംഗികത എന്നുള്ള അർത്ഥമല്ല. നാരീപൂജ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് മൈഥുനം നടത്തുക എന്നുള്ളതൊന്നുമല്ല. ആരെയും പിടിച്ചു വലിക്കുക എന്നല്ല. അതൊന്നും കൗളത്തിലില്ല. അങ്ങനെയൊന്നും കൗളത്തിലില്ല. ധാർമ്മികമായ കൗളധർമ്മോപദേശത്തിൻ്റെ ഭാഗമായിട്ട് ഈ ധർമ്മമാണ് അനുവർത്തിക്കുന്നു എങ്കിൽ ഒരു സ്ത്രീയെയും ചൂഷണം ചെയ്യാനോ ബലാത്കാരം ചെയ്യാനോ പാടില്ല. സ്ത്രീ ആണെങ്കിൽ പുരുഷനെ ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായ ഉപദേശമുണ്ട്. അതുകൊണ്ട് കേൾവിക്കാർ മനസ്സിലാക്കുക, അത്തരത്തിലൊരു കാര്യമല്ല പറയുന്നത്, അതല്ല പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ശക്തിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ ഓരോരോ ആളുകളോടും ചെയ്യേണ്ട ക്രമവിധാനമുണ്ട്. സ്വന്തം അമ്മയെയും പൂജിക്കാം. അമ്മയെ ആരെങ്കിലും ലൈംഗികമായിട്ട് ഉപയോഗിക്കൂ, അത് അമ്മയല്ലേ? അപ്പം അമ്മയോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം? മാതൃപൂജ ചെയ്യുന്നുണ്ടല്ലോ, അത് ദേവീ പൂജയല്ലേ? അവളുടെ മക്കളെ പൂജിക്കുന്നില്ലേ? പെൺമക്കളെ പൂജിക്കുന്നു, ആൺമക്കളെ പൂജിക്കുന്നില്ലേ? പെൺമക്കളോട് നമുക്ക് ഭാര്യയോട് കാണിക്കുന്ന പോലെ കാണിക്കാൻ പറ്റുമോ? ശിഷ്യയെ പൂജിക്കുന്നില്ലേ? ശിഷ്യനെ പൂജിക്കില്ലേ? അവിടെ അത് കാണിക്കാൻ പറ്റുമോ? അപ്പോൾ ഓരോന്നിനും നിയമങ്ങളും ധർമ്മവും വ്യത്യസ്തമാണ്. പിതൃധർമ്മവും ഭർത്തൃധർമ്മവും പുത്രധർമ്മവും മാതൃധർമ്മവും ഒക്കെ വ്യത്യസ്തങ്ങളാണ്. അത് തന്നെ ഈ പൂജാമണ്ഡലത്തിലും. അതുകൊണ്ട് അതിലൊന്നും തെറ്റിദ്ധാരണ കേൾക്കുന്നവർക്ക് പോലും ഉണ്ടാവേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടാകുന്നു എങ്കിൽ നമ്മൾ അല്പന്മാരാണ്, നമ്മൾ സ്വയം മനസ്സിലാക്കുക. കാരണം സത്യത്തെ മനസ്സിലാക്കാതെ വികലമാക്കാനുള്ള നമ്മുടെ ടെൻഡൻസി, ബ്രെയിനിൻ്റെ രണ്ട് സൈഡും ഉണ്ടല്ലോ, ആ സൈഡ് പോലെ തന്നെ നല്ല ചിന്തിക്കില്ലോ, മണ്ടത്തരം മാത്രം ചിന്തിക്കുന്ന തലയാണല്ലോ എൻ്റെ തല എന്ന് ചിന്തിക്കുക. ഇത്തരം ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു അമ്മയും പെങ്ങന്മാരും തിരിച്ചറിയാനും പറ്റില്ല. ഇത്തിരി ഉൾട്ട ചിന്തിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഈ അടുത്തിരിക്കുന്ന സ്വഭാവഭാഗത്തിരിക്കുന്ന ആൾക്ക് സാധാരണഗതിയിൽ നമ്മുടെ ഭാര്യയാണെങ്കിൽ നമുക്ക് അവരാഗ്രഹിക്കുന്ന പോലെ അവരെ കൊണ്ടു നടക്കാൻ പറ്റിയാൽ മാത്രമേ അവരൊന്ന് അടുത്തെങ്കിലും വന്നിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇതിനുള്ള ടേസ്റ്റ് കുറച്ചെങ്കിലും ഉണ്ടാവുള്ളൂ. ഇനി അല്ല, അവരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ശരി, അതിൻ്റെ പൂർണ്ണതയിൽ അവർക്ക് വസ്ത്രം, ദക്ഷിണ, വിശിഷ്ട വസ്തുക്കളൊക്കെ കൊടുക്കണമെന്ന്. എവിടുന്ന് കൊടുക്കും? സമ്പാദിച്ചാൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സമ്പാദ്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് ദേവി തരുമല്ലോ. ദേവിക്ക് ഇത് തരുന്ന തമിഴ്നാട്ടിൽ നിന്ന് അണ്ണന്മാരല്ല പൈസ തരാൻ വേണ്ടിയിട്ട്. നമ്മൾ പണിയെടുത്തുണ്ടാക്കണം. പണിയെടുത്തുണ്ടാക്കുകയാണെങ്കിൽ പൂജ ചെയ്യണോ? അങ്ങനത്തെ ചിന്തയുള്ളവർക്കുള്ളതല്ല ഇത്. ജോലി കണ്ടെത്തി ജോലി ചെയ്യുക എന്നുള്ളത് ഇതിനോട് കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല. പണിയെടുക്കാതെ എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല ഉപാസനയുടെ ലക്ഷ്യം. കൃത്യമായി അവനവൻ്റെ തൊഴിൽ ചെയ്യുക എന്നാണ് കൗളത്തിൻ്റെ ലക്ഷ്യം. അല്ല ഒരു പണിയും ചെയ്യാണ്ട് ഈ കാവ്യോ കറുപ്പോ വെളുപ്പോ കൊടുത്ത് ചോപ്പോ കൊടുത്തിരിക്കുക എന്നുള്ളതല്ല. എന്തെങ്കിലും തൊഴിൽ ചെയ്യണം. ഏത് തൊഴിലായിരിക്കണം, ഇത്രയേ ഉള്ളൂ. പൂജയും തൊഴിലല്ലേ? പൂജ തൊഴിലല്ല. പൂജ തൊഴിലല്ല.
പൂജ നിങ്ങൾ പഠിപ്പിച്ചോ, അത് തൊഴിലായിട്ട് എടുക്കാം. ഇന്നിപ്പോൾ അതൊക്കെ സാധ്യതകളുണ്ട്. എന്നാൽ അത് തൊഴിലല്ല, അത് ഉപാസനയാണ്. നമ്മൾ വീട്ടിൽ ചോറ് വയ്ക്കുന്നതും കറി വയ്ക്കുന്നതും തൊഴിലാണോ? അല്ലല്ലോ. നമ്മുടെ വസ്ത്രം അലക്കുന്നത് തൊഴിലാണോ? നമ്മുടെ മക്കൾക്ക് ഉണ്ണാൻ കൊടുക്കുന്നത് നമ്മുടെ തൊഴിലാണോ? അത് നമ്മുടെ കർമ്മമാണ്, ധർമ്മമാണ് അല്ലേ? അത് തൊഴിലിനോട് കൂട്ടി വായിക്കാൻ പറ്റില്ല. അപ്പം ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ ശക്തി സ്വഭാവഭാഗത്ത് വന്നിരിക്കുന്നു എങ്കിൽ അവർ ഭാര്യയാണല്ലോ എന്നോട് തള്ളി നീക്കാൻ പറ്റില്ല. അവർക്കും വിധിപ്രകാരം ചിലത് ചെയ്യേണ്ടതുണ്ട്. ഇത് കൂടാതെയും തൻ്റെ സാധനയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് എല്ലാം കഴിഞ്ഞാൽ ഈ നാരീപൂജയുടെ ഭാഗമായിട്ട് അവർക്ക് ദക്ഷിണ കൊടുത്താൽ മാത്രം പോരാ, കൂടാതെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ആളുകളെ, സാധകരെ, അവർക്കൊക്കെ തന്നെ നമ്മൾ ബ്രാഹ്മണ ഭോജനം എന്നൊക്കെ പറയും. ഈ ബ്രാഹ്മണ ഭോജനം എന്ന് വേണം നേരത്തെ. കൗളന്മാരുടെ ബ്രാഹ്മണ ഭോജനം എന്താ? വൈദിക ദക്ഷിണ വൈഷ്ണവന്മാരുടേതായിരിക്കുന്ന ബ്രാഹ്മണ ഭോജനമല്ല, കൗള ബ്രാഹ്മണ ഭോജനം എന്ന് മനസ്സിലാക്കുക. കൗള ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ എന്ന ബ്രഹ്മജ്ഞാനമുള്ളവനാണല്ലോ. ഇതിനു മുമ്പ് നമ്മൾ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചൊക്കെ പറയേണ്ടായി. അപ്പോൾ ആ ഒരു സത്യജ്ഞാനമുള്ളവരാണ് ബ്രാഹ്മണർ. അവൻ്റെ സമ്പ്രദായമായിട്ട് അവർക്കുള്ള നിയമങ്ങൾ വ്യത്യാസമുണ്ട്. വൈഷ്ണവൻ്റെ ഭക്ഷണ നിയമമല്ല കൗളൻ്റെ. അപ്പോൾ കൗള ബ്രാഹ്മണൻ്റെ ഭക്ഷണം അവന് വിശേഷ വസ്തുക്കളെ കൊണ്ട് തന്നെയാണ്, മകാരാദികളെ കൊണ്ട് തന്നെയാണ് കൗള ബ്രാഹ്മണ ഭോജനം. അതുകൊണ്ട് കൗളന്മാരുടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ കൗളത്തിൽ ബ്രാഹ്മണൻ ഉണ്ടോ വെച്ചാൽ അവിടെ കൗളൻ എന്ന അർത്ഥം എടുക്കുന്നുള്ളൂ കേട്ടോ. ശ്രേഷ്ഠന്മാർ ആ അർത്ഥം എടുക്കുന്നുള്ളൂ. മറ്റേ പൂണോൽധാരി ഇത്തരം അർത്ഥങ്ങളൊന്നും അതിൻ്റെ ഭാഗമല്ല. പൂണൂൽ ഉണ്ടാകാതിരിക്കാം, അതൊന്നും ഇതിൻ്റെ ഭാഗമല്ല. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഭോജനം, അവരാ വിധത്തിലുള്ള ഭോജനം, വസ്ത്രം, ദക്ഷിണ എന്നിവ കൊടുക്കണം. ഇത് സാധനയുടെ ഭാഗമാണ്. അതിനും കാശ് വേണ്ടേ? പണിയെടുക്കാതെ വീട്ടിലിരുന്നാൽ നടക്കുമോ? ഇങ്ങനെ ചെയ്താൽ മാത്രമേ ആ കൗളത്തിൻ്റെ പൂർണ്ണത ഉണ്ടാവൂ. അപ്പോൾ ആ പൂർണ്ണത എന്ന് പറയുന്നത് ദേവതാനുഗ്രഹമാണ്. എന്താ ദേവതാനുഗ്രഹത്തിൻ്റെ ലക്ഷണം? ഈ പറഞ്ഞതൊക്കെ എന്നും നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ജീവിതം ആസ്വാദകരമായി. മറ്റുള്ളവരൊക്കെ എല്ലാം ഉപേക്ഷിച്ച് എന്തിനെയാണോ നേടാൻ ആഗ്രഹിക്കുന്നത്, നമുക്കൊന്നും ഉപേക്ഷിക്കാതെ അത് നേടാൻ പറ്റും. ഈ ജീവിതത്തിൽ നമ്മൾ ഒരു 60 വയസ്സ് വരെ 70 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിൽ പോലും ആ ജീവിതം ആനന്ദകരമായിരിക്കും. മരണഭയം ഉണ്ടാകില്ല നമുക്ക്. മരണഭയം ഇല്ലാത്തതിന് കാരണം എന്താണ്? സത്യജ്ഞാനം ഉണ്ടായാൽ മരണഭയം ഉണ്ടാകില്ല. കാരണം ശരീരത്തെ വല്ലാണ്ട് അങ്ങോട്ട് പ്രേമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മരണഭയം ഉണ്ടാകുന്നത്. ശരീരം വിട്ടു പോകുമല്ലോ എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ഭോഗികളാണ് എന്ന് മറ്റുള്ളവർ കരുതുമ്പോൾ നമ്മൾ ഈ ഇന്ദ്രിയങ്ങളിൽ കെട്ടുകിടക്കുന്നല്ല. ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടത് ഇന്ദ്രിയങ്ങൾക്ക് തിന്നാൻ കൊടുക്കുക. പശുവിന് വേണ്ടത് പശുവിന്, ആടിന് വേണ്ടത് ആടിനും, ആനയ്ക്ക് വേണ്ടത് ആനയ്ക്കും കൊടുക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടത് ഇന്ദ്രിയങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. സ്വയം ദേവേന്ദ്രന്മാർ തന്നെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദേവന്മാർ തന്നെയാണ് ഇന്ദ്രിയങ്ങളായി വന്നിരിക്കുന്നതെന്ന് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ട് അവർക്കുള്ള ആഹൂതികൾ സമർപ്പിക്കുകയാണ്. സൂര്യചന്ദ്രന്മാരാകുന്ന കണ്ണുകൾക്ക് വേണ്ട ആഹൂതി അവർക്കും, അശ്വിനി ദേവന്മാരാകുന്ന നാസികയ്ക്ക് വേണ്ടത് അവിടേക്കും, ദിക്ദേവതർക്ക് വേണ്ടത് അവിടേക്കും, രസനയ്ക്ക് വേണ്ടത് അവിടേക്കും അങ്ങനെ കൊടുത്ത്, ജഡരാഗ്നിക്ക് വേണ്ട ജഡരാഗ്നിയിലൊക്കെ അങ്ങനെ കൊടുത്ത്, ബ്രഹ്മവിന് വേണ്ടത് ബ്രഹ്മാവിനും, യമന് വേണ്ടത് യമനും കൊടുത്തുകൊണ്ട് അവരെ സംതൃപ്തിപ്പെടുത്തി പോവുകയാണ്. അല്ലാതെ ശരീരത്തിലുള്ള ഭ്രമമല്ല നമുക്ക് എന്ന ആ ഒരു വലിയ തത്വജ്ഞാനം നമ്മളിലുള്ളത് കൊണ്ട് ശരീരത്തിനെ കുറിച്ചുള്ള ധാരണ നമുക്കില്ല. അത് നശിച്ചാൽ അങ്ങോട്ട് നശിക്കട്ടെ, അതിലാ ഒരു ചിന്ത നമുക്കില്ല. എന്താണ് അതിൽ നമ്മൾ അഡിക്ഷൻ നമുക്കില്ല. അതുള്ളിടത്തോളം കാലം അതിന് വേണ്ടത് നമ്മൾ കൊടുക്കുകയും ചെയ്യും. അതിനെന്താഗ്രഹിച്ചാലും നമ്മൾ കൊടുക്കും. ധാർമ്മികമായി കൊടുക്കും. ആ ധാർമ്മികമായി കൊടുക്കുന്നതിനാണ് ആദ്യമേ പറഞ്ഞത് ഗുരുപദേശം ഉണ്ടായിരിക്കണം, കൃത്യമായി ഗുരുപരമ്പരയുടെ ഭാഗമായിരിക്കണം, സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായി പോകണം, സമ്പ്രദായത്തിൽ പൂർണ്ണമായ വിശ്വാസം വേണം. സമ്പ്രദായ വിശ്വാസ്യഭ്യാം സർവഫലസിദ്ധി. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ മുന്നിൽ പരാശക്തി എത്തിക്കും. കൗളമാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതികമായ ആഗ്രഹങ്ങളല്ലേ ഉണ്ടാകുള്ളൂ. ഭൗതിക ശരീരത്തെ കൊണ്ട് ആത്മീയമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് ആ പൂർണ്ണതയിൽ എന്തായാലും സാധ്യമാണ്. അവിടെ നിങ്ങൾ വിഷമിക്കേണ്ട, ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. കൗളനായി ജീവിക്കുമ്പോൾ നിങ്ങൾ എന്താഗ്രഹിച്ചാലും അവിടെ എത്തിക്കുന്നതാണ്. സമ്പ്രദായത്തിൽ വിശ്വാസം ഉണ്ടായാൽ മതി. സമ്പ്രദായ വിശ്വാസ്യഭ്യാം സർവഫലസിദ്ധി. നിങ്ങൾ ഏത് സമ്പ്രദായത്തിൽ പോകുമ്പോഴും അത് രൂപനിഷ്ഠമായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും. അങ്ങനെ
നേടണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് പഞ്ചമകാര സാധന ചെയ്യാൻ കഴിയണം. ധാർമ്മികമായും നിയമപരമായും പഞ്ചമകാര സാധന ചെയ്യുക എന്ന് പറഞ്ഞാൽ ചൂഷണങ്ങളില്ലാതെ അനുവദനീയമായ രീതിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ശക്തി സമേതനായി സാധന ചെയ്യുക എന്നുള്ളത്. കൗളത്തിൽ ശക്തിയില്ലാതെ സാധ്യമല്ല. ഇന്ന് വിവാഹിതരല്ലാത്ത ഒത്തിരി സാധകന്മാരെ പുറത്ത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അവരുടെ സാധന പൂർത്തീകരണത്തിന് അവർക്ക് പലപ്പോഴും സഹായമായി ഏതെങ്കിലും സാധകന്മാർ ഉണ്ടായിട്ടുണ്ടായിരിക്കുമെന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. അത് കൗളത്തിൻ്റെ ധർമ്മമാണ്. അതിൽ നമുക്കൊരിക്കലും തെറ്റ് കാണേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ തെറ്റ് കണ്ടോട്ടെ, അവർക്ക് കൗളത്തെ അറിയില്ല. എന്നാൽ കൗളന്മാർ തെറ്റ് കാണേണ്ടതില്ല. അവിടെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. പരസ്പര ധാരണയിലാണ്. പരസ്പര ധാരണയിലുണ്ടായിട്ടുള്ള സാധനയായിരിക്കും അത്. ഈ സാധന എന്ന് കേൾക്കുമ്പോൾ നമ്മളങ്ങോട്ട് കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ടേതോ സിൽക്ക് സ്മിത്ത് അഭിനയിക്കുക എന്ന് പറഞ്ഞ നേരത്തെ നമ്മളങ്ങനെ അയ്മയുടെ എന്തോ ഒരു ഇതൊക്കെ കാട്ടിക്കൊണ്ടുള്ള ഡാൻസാന്ന് കരുതാതിരിക്കുക. അയ്മയ്ക്കും നന്നായി അഭിനയിക്കാമല്ലോ. ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ ഈ പറഞ്ഞ നാരീ പൂജ അല്ലെങ്കിൽ ഇത്തരത്തിൽ സാധന എന്നൊക്കെ പറയുന്നത്, ശക്തി സാധന എന്നൊക്കെ പറയുമ്പോൾ നേരെ അങ്ങോട്ട് തന്നെ പോയി ചാടാതിരിക്കുക. പല രീതി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിൻ്റെയൊക്കെ കൃത്യമായ വിധാനങ്ങൾ ഗുരുമുഖത്തു നിന്ന് മനസ്സിലാക്കുക. ആ രീതിയിൽ നമ്മുടെ കുടുംബത്തെ ഒപ്പം കൊണ്ടുവരാൻ നമുക്കാകണം. അതുകൊണ്ട് പലപ്പോഴും പലരുടെയും വിഷമം. അപ്പം ഇത് പറയുമ്പോൾ നിങ്ങളുടെ ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കേൾപ്പിക്കുക. അവർക്ക് ചെയ്യാൻ പലതുമുണ്ട്. പരമശിവനാകുന്ന സ്വന്തം ഭർത്താവിനെ പൂർണ്ണ ശിവഭാവത്തിലേക്ക് ഉയർത്താൻ അവരുടെ ആ ഭാര്യയായിരിക്കുന്ന ആ കുട്ടിക്കേ പറ്റുള്ളൂ, ആ മോൾക്കേ പറ്റുള്ളൂ. അതെങ്ങനെ എന്നുള്ളത് നിങ്ങൾ അവർക്ക് സാവധാനം മനസ്സിലാക്കി കൊടുക്കുക, ഗുരുപദത്തോട് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് രണ്ടുപേരും പരമേശ്വര പാർവതി സംഘത്തിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോൾ സാധന മുന്നോട്ട് കൊണ്ടുപോവുക. അവിടെ കൗളം പൂർത്തീകരിക്കുള്ളൂ. ഇല്ലെങ്കിലോ ചിലപ്പോൾ കെട്ടിയോ വെയിൽ ചാടും. എന്നിട്ട് ഉണ്ടാകുന്നതോ അവിടെ ഈ കൗളത്തിൻ്റെ പൂർണ്ണത ഉണ്ടാവില്ല. പിന്നെ അബദ്ധസഞ്ചാരം മാത്രമേ ഉണ്ടാവൂ. അബദ്ധസഞ്ചാരം ഉണ്ടാവും. അതുണ്ടാകരുത്. കുടുംബജീവിതത്തിൽ അതുണ്ടാവരുത്. അതുണ്ടാകാതിരിക്കണമെങ്കിൽ കൗളപ്രമാണങ്ങളെ മനസ്സിലാക്കി കള്ളും കോഴിയും ഈ പറയുന്നതൊന്നും അല്ല എന്ന് മനസ്സിലായിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുക. ഉപേക്ഷിക്കലുകൾ ഈ കൗളമാർഗത്തിലില്ല. സ്വീകരിക്കൽ തന്നെയുണ്ട്. ഉപേക്ഷിക്കലില്ല. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്ന് കളഞ്ഞു എന്നുള്ള പോലെ. അങ്ങനെ ബാഹ്യമായി ഉപേക്ഷിക്കലല്ല തന്ത്രം കൗളം മുന്നോട്ട് വയ്ക്കുന്നത്. അത് സംഭവിക്കേണ്ടതാണ്. ബന്ധത്തോടൊപ്പം ബന്ധവിച്ഛേദനം സംഭവിക്കേണ്ടതാണ്. അറ്റാച്ച്മെൻറ്റും ഡിറ്റാച്ച്മെൻറ്റും ഒരുപോലെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ഉപദേശത്തോടുകൂടി സാധന ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ എന്താഗ്രഹിക്കുന്നത് അത് ധാർമ്മികമായി അതിന് കൊടുക്കുക. അത് ഭിക്ഷയാചിക്കുകയാണ് നിങ്ങളുടെ. മാ ഭിക്ഷാന്തേഹി. കണ്ണ് നിങ്ങളോട് പറയണം മാ ഭിക്ഷാന്തേഹി. അല്ലയോ മാതാവേ അല്ലെങ്കിൽ അല്ലയോ പിതാവേ എനിക്ക് ഭിക്ഷ നൽകിയാൽ. എന്ത് ഭിക്ഷയാണ് ചോദിക്കുന്നത്? എന്ത് ഭിക്ഷ ചോദിച്ചാലും അതിന് കൊടുത്തു. മൂക്ക് ചോദിച്ചാലും നാവ് ചോദിച്ചാലും പല്ല് ചോദിച്ചാലും തല ചോദിച്ചാലും ചെവി ചോദിച്ചാലും ലിംഗം ചോദിച്ചാലും ബുധൻ ചോദിച്ചാലും കൈ ചോദിച്ചാലും കാല് ചോദിച്ചാലും ഉദരം ചോദിച്ചാലും ത്വക്ക് ചോദിച്ചാലും ഒക്കെ ഭിക്ഷ ചോദിച്ചാൽ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥർ തന്നെയാണ്. കാരണം നിങ്ങൾ അതിനോട് കൂറ് പുലർത്തണം. അല്ലാതെ കണ്ണടച്ചിരുന്നിട്ട് ഇല്ല എന്ന് പറയുന്നല്ല തന്ത്രധർമ്മം. അത് കൊടുക്കുമ്പോഴാണ് നമ്മൾ ആ ഇന്ദ്രിയത്തോടെങ്കിലും നമ്മൾ കൂറ് പുലർത്തുന്നത്. അല്ലാണ്ട് ഇന്ദ്രിയ നിഷേധം ചെയ്തുകൊണ്ട് ഇന്ദ്രിയത്തിനോട് കൂറ് പുലർത്താത്തവർ എങ്ങനെ ധർമ്മം സംസാരിക്കും? തന്ത്രത്തിൻ്റെ ഭാഷയാണ്. ഇങ്ങനെ ധർമ്മം സംസാരിക്കും. സ്വന്തം കണ്ണിന് ചിലത് ആഗ്രഹമുണ്ട്, ധാർമ്മികമായി കൊടുക്കാനും കഴിയും, പക്ഷെ കൊടുക്കില്ല. പിന്നെ ഇയാളെങ്ങനെ ധർമ്മം സംസാരിക്കും? വായിക്ക് രുചിയുള്ള ചിലതൊക്കെ ഈ വായ ആവശ്യപ്പെട്ടു, ധാർമ്മികമായിട്ട് ലഭിക്കും, നിയമപരമായിട്ട് ലഭിക്കും, കൊടുക്കുന്നില്ല. പിന്നെ എങ്ങനെ അദ്ദേഹം ധർമ്മത്തെ സംസാരിക്കും? ധർമ്മം സംസാരിക്കണമെങ്കിൽ ആ ധർമ്മം സ്വന്തം ശരീരത്തിൽ നടപ്പിലാക്കണ്ടേ? സ്വന്തം ശരീരത്തിൽ നടപ്പിലാക്കാതെ എങ്ങനെ പിന്നെ നമ്മൾ പുറത്തുള്ളവന് ഉപദേശം കൊടുക്കും? അവിടെയാണ് ധർമാധർമ്മങ്ങളെയൊക്കെ ജയിക്കുന്ന ഒരു തലമാണ് കൗളം എന്ന് മനസ്സിലാക്കുക. പൂർണ്ണതയാണ്. കൗളസ്തു പഞ്ചമാശ്രമമാണ്. കൗളം 5ാമത്തെ ആശ്രമമാണ്. സന്യാസാശ്രമത്തിൻ്റെ മുകളിലാണ് കൗളാശ്രമം. അല്ലാണ്ട് സന്യാസിക്കോ ബ്രഹ്മചാരിക്കോ ബ്രാഹ്മണനോ വൈദികനോ ഒന്നും ചുവടയല്ല, വൈഷ്ണവനും ചുവടയല്ല. കൗളസ്തു പഞ്ചമാശ്രമം, 5ാമത്തെ ആശ്രമമാണ്. സന്യാസം കഴിഞ്ഞിട്ടുള്ള ആശ്രമം അവധൂതാശ്രമമാണ്. അതുകൊണ്ട് ആ ആശ്രമം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പറഞ്ഞ കള്ളും കോഴിയും വെച്ചുള്ള പൂജയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ടെങ്കിൽ അവർ പോലും തിരുത്തുക. അതല്ല, അതിൻ്റെ LKG ക്ലാസ്സാണ്. പശുഭാവം കേട്ടുള്ള വീരഭാവത്തിൻ്റെ ആ ക്ലാസ്സുകളാണ്. ആ സ്കൂളൊക്കെ കഴിഞ്ഞ് പോകണം. അതുകൊണ്ട് അതിലേക്ക് എത്താൻ നിങ്ങളുടെ കുടുംബത്തെ കൂടി നയിക്കാൻ നിങ്ങൾക്കാകണം. നിങ്ങളുടെ പത്നിമാരുണ്ടെങ്കിൽ അവരെ നിർബന്ധിച്ചു കൊണ്ടുവരികയല്ല, സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും ഒക്കെ നിങ്ങൾ ആ രീതിയിൽ എത്തിക്കാൻ ശ്രമിക്കുക. എന്നിട്ടും എത്തിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. പരാശക്തി അതല്ല നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല.
കാരണം പരാശക്തി നിശ്ചയിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ. ഒപ്പമുള്ള ആൾ കൂടെ സഞ്ചരിച്ചോളം തന്ത്രത്തിലാണ് നിയമമൊന്നും. ഒപ്പമുള്ള ആൾ സഞ്ചരിച്ചാൽ അവർക്ക് നല്ലത്, ഒരുമിച്ച് സഞ്ചരിക്കുക. ഇല്ലെങ്കിലോ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് പരാശക്തി വേണമെങ്കിൽ അത് എത്തിക്കും, വേണ്ടെങ്കിലോ അതില്ലാതെ തന്നെ നിങ്ങൾക്ക് പൂർണ്ണ തരാൻ ആ പരാശക്തി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഗുരു നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും, ഗുരു ഉണ്ടായിരിക്കും. അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക്, എല്ലാ വിഷമഘട്ടത്തിലും നിങ്ങൾക്ക് ആശ്രയമായി, ആശ്വാസമായി നിങ്ങളുടെ ഗുരു വർത്തിക്കട്ടെ. ആ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി, നിങ്ങൾക്ക് പരാശക്തിയുടെ അനുഗ്രഹത്തോടു കൂടി കൗളം എന്ന് പറയുന്ന മഹാസാഗരത്തെ അറിയാനും അനുഭവിക്കാനുമാകട്ടെ. കേവലം ഉപേക്ഷിക്കുന്ന ലോകത്തേക്ക് പോകാതെ ഈ തലമുറയ്ക്ക് ആവശ്യം സ്വീകരിക്കുന്ന ജീവിതം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ഭൗതിക സുഖങ്ങളും നിങ്ങൾക്ക് ധർമ്മത്തിൻ്റെ മാർഗത്തിൽ അനുഭവിച്ചുകൊണ്ട് ഈ ഭൂലോകം വിട്ടുപോകാം. അതിന് പറ്റുന്ന ഒരു ശാസ്ത്രം ഈ ഭൂമുഖത്തുണ്ടോ? ഒരു സനാതന ധർമ്മത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഈ ഭൂമുഖത്തുണ്ടോ ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ പറയാം, അതിനൊരേ ഒരു മാർഗ്ഗം ഈ ഭൂമുഖത്തുള്ളൂ. അത് കൗളമാർഗം മാത്രമാണ്. കൗളം മാത്രമാണ് യോഗഭോഗാത്മകമായ വിദ്യ. കൗളം മാത്രമാണ്. എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന മാർഗമാണ്. ജാതി മത ലിംഗഭേദമില്ലാതെ ആർക്കും ഈ ഒരു മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. പക്ഷെ എന്താണ്? ഗുരു സമ്പ്രദായത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. സാമ്പ്രദായ ഗുരുപരമ്പരയുടെ മാത്രമേ ഇതിൻ്റെ പൂർണ്ണജ്ഞാനവും ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിലോ ലഭിക്കുന്നത് പൂർണ്ണജ്ഞാനമായിരിക്കില്ല. അതാരുടെയും കുറ്റമല്ല, കുറവല്ല. അത് ഈ സമ്പ്രദായത്തിൻ്റെ സവിശേഷതയാണ്. ആ സവിശേഷതയാർന്ന സമ്പ്രദായം സാക്ഷാൽ പരമശിവന്റെ പഞ്ചമുഖങ്ങളിൽ നിന്നുണ്ടായതാണ്. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ തലമാണ് ആ കൗളതലം. അത് ഊർധ്വമുഖമാണ് എന്നും മനസ്സിലാക്കുക. അത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വിഷയാവതരണം നമ്മളിവിടെ ഉപസംഹരിക്കുകയാണ്. എല്ലാവരെയും പരാശക്തി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ യോഗഭോഗാത്മകമായ കൗളം നിങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും ഒക്കെ ഉന്നതിയെ നൽകട്ടെ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളിതൊന്നും ശരീരത്തിൽ ചെയ്യുന്നതൊന്നും തന്നെ ആത്മാവിന് വേണ്ടിയല്ല. ശരീരത്തിൽ ചെയ്യുന്ന ഒന്നും, നിങ്ങൾ പുണ്യാഹം തളിച്ചാലും പൂണൂലിട്ടാലും മത്സ്യമാംസാദിൽ കഴിച്ചതൊന്നും ആത്മാവിനെ ബാധിക്കുകയില്ല. ആത്മാവിനെ ബാധിക്കുക ജ്ഞാനം മാത്രമാണ്. തെളിഞ്ഞ ജ്ഞാനം നിങ്ങൾക്കുണ്ടെങ്കിൽ, തെളിഞ്ഞ ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ, പിന്നെ നിങ്ങളുടെ ആചരണങ്ങളോ നിങ്ങളുടെ ദിനചര്യകളോ ഒന്നും തന്നെ അതിനെ ബാധിക്കില്ല. അതും ഇതും രണ്ടാണ്. ഭൗതികമായി ചെയ്യുന്നതെല്ലാം തന്നെ അത് പൂണോലായിരിക്കാം, പുണ്യാഹമായിരിക്കാം, ഭക്ഷണങ്ങളായിരിക്കാം, ശുദ്ധിയായിരിക്കാം, അല്ലെങ്കിൽ കുളിയായിരിക്കാം, എന്തു തന്നെയായാലും ശരി, അത് ആത്മീയമായിട്ട് അല്ലെങ്കിൽ ആന്തരികമായ ശുദ്ധിക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ മാത്രമാണ്. ഈ അവസാനം പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തേക്ക് തവണ എപ്പോഴേലും നമുക്കത് വിചാരം ചെയ്യാം. അതിനുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദ്യമായി ഉന്നയിക്കപ്പെട്ട് എന്ന് കൂടി പറയുന്നു. അതിനനുസരിച്ച് നമുക്ക് അത് വിചാരം ചെയ്യാം. എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീലിയമ്മയും മുത്തിവറ്റ കുട്ടിച്ചാത്തന്മാരും സകല പഠിമാന മക്കൾ അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ. ഓം ഹരി നമ ചണ്ടാള രൂപായ കുലുഗുരു ശ്രീപാദകാം പൂജയാമി ചണ്ടാളഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.